ഭാഗം 3. എന്റെ ലക്ഷ്യസ്ഥാനം. അഭിനിവേശവും സംഭാവനയും ചേരുന്നതാണ് ആത്യന്തികമായ ആഡംബരം. ഇത് സന്തോഷത്തിലേക്കുള്ള വ്യക്തമായ പാത കൂടിയാണ്. ഷെറിൽ സാൻഡ്ബർഗ്. അധ്യായം 22. ഈ ജീവിതം ഒരു സമ്മാനമാണ്. ഒരാഴ്ചയ്ക്ക് ശേഷം ഞങ്ങൾ ആദ്യമായി കണ്ടുമുട്ടിയ അതേ ബീച്ചിൽ തിരിച്ചെത്തി. എന്നെ ഏറ്റവും പരിതാപകരമായ അവസ്ഥയിൽ അർജുൻ കണ്ട സ്ഥലം. മരിക്കാൻ ഉറപ്പിച്ച് എന്നാൽ മരണത്തെ ഭയന്ന് ഞാൻ നിന്ന സ്ഥലം. കടലെ, ഞാൻ ഒരിക്കലും നിന്നിലേക്ക് ഇനി വീണ്ടും തിരിച്ചു വരില്ല. നീ എന്നെ അന്ന് എന്നേക്കുമായി കൊണ്ടുപോകാത്തതിൽ സന്തോഷമുണ്ട്. കടപ്പാടുകൊണ്ട് എൻ്റെ ഹൃദയം നിറഞ്ഞു. എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ലാത്ത വിധം എനിക്ക് പറ്റിയ ഒരു പരാജയം ജീവിതത്തിൽ ആദ്യമായി എന്നെ സന്തോഷിപ്പിക്കുന്നു. ഇത് നല്ല ചൂടുള്ള ഒരു വേനൽ ദിനമാണ്. എൻ്റെ ചെരുപ്പ് കാൽവിരലുകളിൽ തൂങ്ങിക്കിടക്കുന്നു. നനഞ്ഞ മണലിൽ കാൽവിരലുകൾ ആഴ്ന്നിറങ്ങുമ്പോഴുള്ള തണുപ്പ് ഞാൻ ആസ്വദിച്ചു. ഞങ്ങൾ കുറേയേറെ നേരമായി നടക്കുകയാണ്, ഒന്നും സംസാരിക്കാതെ. സാധാരണഗതിയിൽ ഇങ്ങനെ സംഭവിക്കാറുള്ളതല്ല, പക്ഷെ ഇന്നങ്ങനെ സംഭവിച്ചപ്പോൾ അത് വളരെ സന്തോഷകരമായിരിക്കുന്നു. സൗകര്യപ്രദമായ ഒരു ചെരുപ്പിടുന്നത് പോലെ എൻ്റെ മെന്ററിനൊപ്പമായിരിക്കുന്നത് എത്ര ആശ്വാസമാണെന്നത് എന്നെ അത്ഭുതപ്പെടുത്തുന്നു. വെള്ളത്തിലേക്ക് ഊളിയിടുകയും തലയ്ക്ക് മുകളിലൂടെ പറക്കുകയും ചെയ്യുന്ന കടൽ പക്ഷികളെ നോക്കിക്കൊണ്ട് ഞാൻ പറഞ്ഞു, അർജുൻ, നിങ്ങൾക്കറിയുമോ, നിശബ്ദത നിങ്ങൾക്ക് നന്നായി ചേരുന്നുണ്ട്. എന്തോ എൻ്റെ തോളിലേക്ക് വീഴുന്നത് പോലെ തോന്നി. ഞാൻ ചിരിച്ചു. പക്ഷിയുടെ കാഷ്ടവും. ഇതാ, ഈ ടിഷ്യൂ പേപ്പർ എടുക്കൂ. ടിഷ്യൂ പേപ്പറിന്റെ ചെറിയൊരു പാക്കറ്റ് എനിക്ക് നേരെ നീട്ടിക്കൊണ്ട് അർജുൻ പറഞ്ഞു. ഞാനത് തുടച്ചു കളഞ്ഞു. പക്ഷെ നിശബ്ദത അധികം നീണ്ടില്ല. അർജുൻ ഒരു പുതിയ കഥ തുടങ്ങി. ഇപ്പോൾ ഞാൻ ഈ കഥകളെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. അർജുനോടൊപ്പമുള്ള ഈ നല്ല നിമിഷങ്ങൾ ഇനി എനിക്ക് തിരിച്ചു കിട്ടിയില്ലല്ലോ എന്ന് ഞാൻ ഓർത്തു. ഒരുപാട് കാലം മുമ്പ് ഇന്ത്യയിൽ, അർജുൻ പറഞ്ഞു തുടങ്ങി, സ്വയംവരം എന്നൊരാചാരമുണ്ടായിരുന്നു. രാജകുമാരി തന്റെ മുന്നിലുള്ള ഒരുപാട് രാജകുമാരന്മാരുടെ ഇടയിൽ നിന്ന് ഇഷ്ടമുള്ളയാളെ ഭർത്താവായി തിരഞ്ഞെടുക്കും. നമ്മുടെ കഥാനായികയായ രാജകുമാരിക്ക് 16 വയസ്സായപ്പോൾ അവളുടെ മാതാപിതാക്കൾ, അതായത് രാജാവും രാജ്ഞിയും, അവളെ വിവാഹം കഴിപ്പിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തി. സുന്ദരന്മാരും ബുദ്ധിമാന്മാരുമായ രാജകുമാരന്മാരെ കൊട്ടാരത്തിലേക്ക് വിളിച്ചു അവൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. എന്നാൽ അവൾ അവരെ എല്ലാവരെയും നിരാശരാക്കി. 16 വയസ്സിൽ ഞാൻ എൻ്റെ സ്കൂൾ യൂണിഫോം സോക്സ് ഇടുകയായിരുന്നു, ഞാൻ കൂട്ടിച്ചേർത്തു. അവൾക്ക് ആരെയും ഇഷ്ടമായില്ല. അവസാനം ദേഷ്യം വന്നിട്ട് അവരുടെ കൊട്ടാരത്തിന്റെ മുന്നിലുള്ള തടാകം കുറുകെ നീന്തുന്ന ആളെ മാത്രമേ താൻ വിവാഹം കഴിക്കൂ എന്ന് രാജകുമാരി എല്ലാവരോടുമായി പ്രഖ്യാപിച്ചു. രാജാവിനും രാജ്ഞിക്കും അതിയായ സന്തോഷവും എന്നാൽ ദുഃഖവും ഒരേ സമയം വന്നു. കാരണം ആ തടാകത്തിൽ നിറയെ മനുഷ്യരെ തിന്നുന്ന മുതലകളുണ്ട്, പേടിപ്പിക്കുന്ന ഭീകര മത്സ്യങ്ങളുണ്ട്. മാത്രവുമല്ല, ദുരൂഹമായ മറ്റ് അപകടകാരികളായ ജലജീവികളുമുണ്ട്. അപകടകാരികളായ ജീവികളെ കുറിച്ച് പറഞ്ഞപ്പോൾ എന്തോ ചെറിയ സാധനം എൻ്റെ വിരൽത്തുമ്പിൽ കടിച്ചപ്പോൾ ഞാൻ പേടിച്ച് ചെറുതായൊന്ന് ചാടി. പക്ഷെ നോക്കിയപ്പോൾ അതൊരു ചെറിയ പാറ കഷ്ണമായിരുന്നു. ഞാൻ അതെടുത്ത് വെള്ളത്തിലേക്കിട്ടു. അർജുൻ എൻ്റെ നേരേക്ക് തിരിഞ്ഞു. ഭീകര മത്സ്യം? അല്ല, മുതല. പറഞ്ഞത് നന്നായി. ഞാൻ തിരയുടെ അടുത്ത് നിന്ന് മാറി നിന്നേക്കാം. അദ്ദേഹം ചിരിച്ചുകൊണ്ട് കഥ തുടർന്നു. പെട്ടെന്ന് തന്നെ രാജാവും രാജ്ഞിയും രാജകുമാരിയും എന്തോ വെള്ളത്തിലേക്ക് വീഴുന്ന ശബ്ദം കേട്ടു. അവരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഒരു യുവാവ് ആ തടാകത്തിലേക്ക് എടുത്തു ചാടി തടാകത്തിന് കുറുകെ നീന്താൻ തുടങ്ങി. രാജകുടുംബം ഉത്കണ്ഠയോടെ ആ ധൈര്യമുള്ള യുവാവിനെ നോക്കി നിന്നു. പക്ഷേ അയാൾ തിരകളെ വെല്ലുവിളിച്ചുകൊണ്ട് മറുകരയെത്തി വിജയം വരിച്ചു. വെള്ളത്തിൽ നിന്ന് മുകളിലെത്തി തല കുടഞ്ഞുകൊണ്ട് അയാൾ താൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയുടെ മുന്നിലെത്തി. രാജകുമാരി? ഞാൻ ചോദിച്ചു. അല്ല, രാജ്ഞി. അർജുൻ കണ്ണിറുക്കിക്കൊണ്ട് പറഞ്ഞു. ഹാ, നമ്മൾ രണ്ടുപേരും മത്സരിച്ച് കളിക്കുകയാണല്ലേ. ഞാൻ പറയുന്നതിനൊപ്പിച്ച് അർജുൻ പറഞ്ഞപ്പോൾ എനിക്ക് സന്തോഷം തോന്നി. അർജുൻ തുടർന്നു. എല്ലാവരിലും അയാൾ വളരെ മതിപ്പുളവാക്കി. ഈ വിജയം ആഘോഷിക്കുന്നതിന് മുൻപ് എല്ലാവരുടെയും മനസ്സിലുള്ള ആ ചോദ്യം രാജാവ് ചോദിച്ചു. എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. രാജാവ് ആശ്ചര്യം പ്രകടിപ്പിച്ചു. ഇത്രയും അപകടകരമായ ആ തടാകത്തിൽ ചാടാൻ നിനക്ക് എങ്ങനെയാണ് ധൈര്യം വന്നത്? ഞാനത് പറയാം.
അയാൾ കിതച്ചുകൊണ്ട് പറഞ്ഞു. പക്ഷെ അതിനു മുമ്പ് എന്നെ ആ വെള്ളത്തിലേക്ക് തള്ളിയിട്ട ആളെ എനിക്ക് കണ്ടുപിടിക്കണം. ഞാനിത് കേട്ട് പൊട്ടിച്ചിരിച്ചു. കഴിഞ്ഞ തവണ ഞങ്ങൾ ഇവിടെ ആയിരുന്നപ്പോൾ ഞാൻ ചിരിക്കുന്നുണ്ടായിരുന്നില്ല. ഞാൻ കിതയ്ക്കുകയായിരുന്നു, പല്ലിറങ്ങുകയായിരുന്നു, കടലുമായി മൽപ്പിടുത്തത്തിലായിരുന്നു. എന്റെ പാറിപ്പറന്ന മുടി ഒതുക്കി വെക്കാനുള്ള വൃഥാശ്രമത്തിലായിരുന്നു. പക്ഷെ ആ നാളുകളെ ഓർത്ത് എനിക്കൊരു നഷ്ടബോധവുമില്ല. വെറും 90 ദിവസങ്ങൾ കൊണ്ട് ഞാൻ എത്ര ദൂരമാണ് പിന്നിട്ടിരിക്കുന്നത്. അത്ഭുതം തോന്നുന്നു. ഞങ്ങൾ നടന്ന് ആ സ്ഥലത്തെത്തി. ആ സ്ഥലം, ഞങ്ങൾ ആദ്യമായി കണ്ടുമുട്ടിയ അപകടകരമായ അതേ സ്ഥലം. ഇത് അർജുനുമായുള്ള എന്റെ അവസാന ദിവസമാണ്. അടുത്ത ആഴ്ച ഞാൻ അദ്ദേഹത്തിന്റെ അതിഥി മന്ദിരം ഒഴിഞ്ഞുകൊടുക്കും. അർജുനുമായുള്ള എന്റെ കൂടിക്കാഴ്ചകൾ അവസാനിക്കാൻ പോവുകയാണ്. ഉറപ്പായും എനിക്ക് നഷ്ടബോധം തോന്നും. ഈ ബീച്ചിൽ ഇങ്ങനെ നിൽക്കുന്നത് എന്നിൽ കടുത്ത സമ്മർദ്ദം ഉണ്ടാക്കുന്നുണ്ടെന്ന് അർജുൻ അറിയാം. ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ എൻ്റെ ഏറ്റവും വലിയ ഭയത്തെ നേരിടുകയാണെന്നും അദ്ദേഹത്തിന് അറിയാം. അർജുന്റെ പക്കൽ നിന്ന് ഞാൻ ഒന്നും പഠിച്ചില്ലെങ്കിൽ ഞാൻ അഗാധത്തിൽ വീണുപോകുമായിരുന്നുവെന്നും ഒരിക്കൽ ഞാൻ ഇവിടെ വീണ്ടും തിരിച്ചെത്തുമെന്നും. പക്ഷെ അത് ഒരിക്കലും സംഭവിക്കില്ല. അങ്ങനെ സംഭവിക്കാൻ ഞാൻ അനുവദിക്കില്ല. അദ്ദേഹം എനിക്ക് വേണ്ടി ചിലവഴിച്ച സമയവും അദ്ദേഹത്തിന്റെ പരിശ്രമങ്ങളും പാഴാക്കിക്കളയാൻ ഞാൻ അനുവദിക്കില്ല. ലിൻഡ, ഈ കഥയിൽ നിന്ന് നീ എന്താണ് പഠിച്ചത്? അദ്ദേഹം ചോദിച്ചു. ഇങ്ങനെ ഭയങ്കര ഡിമാൻഡുള്ള രാജകുമാരിയെ കെട്ടാൻ ആരും വരില്ല. ഞങ്ങൾ ഒരുമിച്ചുള്ള സമയം അവസാനിക്കുന്നതിന് ടെൻഷൻ മാറാൻ വേണ്ടി ഞാൻ പറഞ്ഞു. ആ രീതിയിലും ഈ കഥയെ കാണാം. അദ്ദേഹം വളരെ ഗൗരവത്തിൽ മറുപടി പറഞ്ഞു. മറ്റെന്തെങ്കിലും? ഞാൻ നെടുവീർപ്പിട്ടു. ചിലപ്പോഴൊക്കെ നമ്മളെ ആരെങ്കിലും അതുപോലെ ഒന്ന് പിടിച്ചു തള്ളേണ്ടി വരും. കൈകൾ തന്റെ പാൻസിന്റെ പോക്കറ്റിലിട്ട് അർജുൻ ചിരിച്ചു. ഈ കഥ വളരെ നിസാരമാണെങ്കിലും അതിൽ വലിയൊരു പാഠമുണ്ട്. ഞാൻ തുടർന്നു. എനിക്ക് ആത്മാർത്ഥമായി വിജയിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ കപ്പൽ കത്തിക്കണം, നെപ്പോളിയനെ പോലെ. അത് ചെയ്യാനായി ഞാൻ എനിക്കുള്ളതെല്ലാം ഇതിലേക്കിടണം. ഞാൻ റിസ്ക് എടുക്കണം, അർജുൻ കൂട്ടിച്ചേർത്തു. ഈ കഥയിലെ യുവാവിനെ ആരോ ഒട്ടും സുരക്ഷിതമല്ലാത്ത ആ തടാകത്തിലേക്ക് തള്ളിയിട്ടു. അതാണ് അയാൾക്ക് രാജകുമാരിയെയും അതിലൂടെ രാജാധിപത്യവും കിട്ടാൻ വഴിയൊരുക്കിയത്. കത്തുന്ന കപ്പലിൽ നിന്ന് നിന്നെ ആരാണ് തള്ളിയിടുന്നത് ലിൻഡ? ഞാൻ ഒന്നും മിണ്ടാതെ നിന്നു. കമോൺ ലിൻഡ, നിനക്കതിന് കഴിയുമെന്ന് എനിക്കറിയാം. സംസാരിക്കുന്നതിന് മുൻപ് ഞാൻ ചിന്തിച്ചു, ചില ആളുകളെ പുറത്തു നിന്നുള്ള സ്വാധീനങ്ങളായിരിക്കും. അതായത് ജോലിയിലെ പ്രശ്നങ്ങൾ, ബന്ധങ്ങളിലെ പ്രശ്നങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ, അതുപോലെ എന്തെങ്കിലും. എന്നാൽ എൻ്റെ കാര്യത്തിൽ ഇതൊന്നുമായിരുന്നില്ല. അങ്ങേയറ്റം താഴേക്കിടയിലായിട്ട് പോലും ഞാൻ കത്തിക്കൊണ്ടിരിക്കുന്ന കപ്പലിൽ നിന്ന് താഴേക്ക് ചാടിയില്ല. ഞാൻ അഭിമാനത്തോടെ പറഞ്ഞു നിർത്തി. ഞാൻ തന്നെ ചെയ്യും. അദ്ദേഹത്തിന്റെ തിളങ്ങുന്ന കണ്ണുകൾ എന്നെ പഠിക്കുകയായിരുന്നു. തീർച്ചയായും, മുങ്ങിക്കൊണ്ടിരിക്കുന്ന കത്തുന്ന കപ്പൽ നിങ്ങളുടെ യാത്രയുടെ വേഗത കൂട്ടും. പക്ഷേ ശരിയായ വിജയം വരുന്നത് ദൈവകൃപയിൽ നിന്നാണ് ലിൻഡ. നീ നിന്റെ ഭാഗം ചെയ്യുകയാണെങ്കിൽ, നീ നിന്റെ വിശ്വാസം പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിന്നെ സഹായിക്കാനായി പ്രപഞ്ചശക്തിയുടെ അനുഗ്രഹമുണ്ടാകും. ഞാൻ എൻ്റെ വിശ്വാസം കണ്ടെത്തി കഴിഞ്ഞു, ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. വിശ്വസിക്കുന്നതാണ് കാണുന്നതെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. എൻ്റെ പ്രീക്രിയേഷൻ എന്തായാലും അത് സത്യമായി മാറും. നല്ലത്. എന്തുകൊണ്ടെന്നാൽ ഇതുവരെ സൃഷ്ടിക്കപ്പെട്ടിട്ടില്ലാത്ത കാര്യങ്ങൾ വ്യക്തമായി കാണാൻ വിശ്വാസം നമ്മളെ സഹായിക്കും. വിശ്വാസം എന്നാൽ മാനിഫെസ്റ്റേഷൻ ആണ്. അതായത് ഭാവനയുടെയും കൃപയുടെയും ഏറ്റവും ഉയർന്ന തലം. ഈ മുഴുവൻ പ്രപഞ്ചത്തിലെയും ഏറ്റവും വലിയ ശക്തി. ഞാൻ പിടിച്ചിരിക്കുന്ന ഐപാഡിലേക്ക് കൈ വീശിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു. എനിക്കതറിയാം. പക്ഷെ ചില സാഹചര്യങ്ങളിൽ എനിക്കതിൽ വിശ്വസിക്കാൻ സാധിക്കില്ലായിരുന്നു. ഭയം അവസാനിപ്പിക്കൂ, അത് ചെയ്യൂ. ഞാൻ ഐപാഡ് അദ്ദേഹത്തിന് കൊടുത്തു. അർജുൻ അതിൽ ഇങ്ങനെ എഴുതി: ആക്സിലറേറ്റർ 7. സൃഷ്ടിക്കുക, ആഘോഷിക്കുക, കൊടുക്കുക. അതെ, ഞാൻ തലയാട്ടി. ഇതാണ് സമയമെന്ന് എനിക്കറിയാം. ഞാൻ ആദ്യത്തെ സ്റ്റെപ്പ് എടുക്കാൻ അല്പം ഭയപ്പെട്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞതിനോട് കടലും യോജിച്ചു. ഒരു വലിയ തിര വന്ന് എൻ്റെ കാലുകൾക്ക് ചുറ്റും തണുത്ത വെള്ളം തളം കെട്ടി നിർത്തി. നീ വിജയത്തിന്റെ ഏറ്റവും അടുത്തെത്തിയിരിക്കുകയാണ്. ഇവിടെ ഭയം സ്വാഭാവികമാണ്, ഐപാഡ് തിരിച്ചു തന്നുകൊണ്ട് അർജുൻ പറഞ്ഞു. പക്ഷേ ഒരിക്കൽ വിജയിച്ചു കഴിഞ്ഞാൽ നിന്റെ വിജയം മനസ്സ് നിറഞ്ഞ് ആഘോഷിക്കുക. എന്താണ് അർജുൻ ഉദ്ദേശിക്കുന്നത്? ഞാൻ അർത്ഥമാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, എന്തെങ്കിലും ഒരു വലിയ നേട്ടം നീ നേടിക്കഴിയുമ്പോൾ ഒരു ആഘോഷം സംഘടിപ്പിക്കുക. നിങ്ങളുടെ നേട്ടത്തെക്കുറിച്ച് നിങ്ങൾക്ക് തന്നെ മതിപ്പ് തോന്നിക്കാനായി ഒരു പ്ലാൻ ഉണ്ടാക്കുക.
ആ നേട്ടം തന്നെ പോരെ എനിക്ക് എന്നോട് മതിപ്പ് തോന്നാൻ? ഞാൻ ചോദിച്ചു. നിങ്ങളൊരു വലിയ ലക്ഷ്യം നേടുമ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവർ നിങ്ങളെ അഭിനന്ദിക്കുകയും നിങ്ങളെ ഓർത്ത് സന്തോഷിക്കുകയും ചെയ്യും. പക്ഷെ അത് ഹ്രസ്വകാലത്തേക്കേ ഉണ്ടാകൂ. ആ അനുഭവം നിലനിർത്താൻ നിങ്ങളുടെ നേട്ടം എങ്ങനെ ആഘോഷിക്കണമെന്നതിന് ഒരു കൃത്യമായ പ്ലാൻ തയ്യാറാക്കുക. നിങ്ങളുടെ വരുമാനത്തിന്റെ 5% നിങ്ങളുടെ വിജയം ആഘോഷിക്കാനായി മാറ്റിവെക്കണം. പണം ഒരിക്കലും നിങ്ങളെ സന്തോഷവാന്മാരാക്കില്ല. പക്ഷെ പണം കൊടുത്ത് നിങ്ങൾക്ക് ആഴത്തിലുള്ള അനുഭവങ്ങൾ വാങ്ങാൻ കഴിയും. ആ അനുഭവങ്ങൾ നിങ്ങളുടെ സന്തോഷം കൂട്ടും. വാവ്, അത് നല്ലൊരു ആഘോഷമായിരിക്കുമല്ലോ. ഞാൻ അഭിമുഖീകരിക്കുന്ന എല്ലാ അജ്ഞാതമായ പ്രശ്നങ്ങൾക്കും പിന്നാലെ എൻ്റെ മനസ്സ് പായുകയാണ്. ഇപ്പോൾ ഞാൻ എവിടെ താമസിക്കുമെന്നും എങ്ങനെയാണ് എൻ്റെ ബിസിനസ് ഒന്നുമില്ലായ്മയിൽ നിന്ന് കെട്ടിപ്പടുക്കുമെന്നും ഓർത്ത് ആശങ്കയിലാണ്. ആഘോഷങ്ങൾക്ക് വേണ്ടി ബജറ്റ് മാറ്റിവെക്കുന്നതിലൊന്നും പ്രശ്നമില്ല. പക്ഷെ മാറ്റിവെക്കാൻ എന്തെങ്കിലും ഉണ്ടാകണ്ടേ? എന്തായാലും ഞാൻ അർജുന്റെ ഉപദേശം സ്വീകരിച്ച് എൻ്റെ സ്വപ്നത്തിൽ ജീവിക്കാൻ പോവുകയാണ്. നിന്റെ വിഷമം എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്, അദ്ദേഹം എൻ്റെ നേരെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ആഘോഷിക്കാൻ വേണ്ടി ഒരുപാട് പണമൊന്നും വേണ്ട. ആദ്യം ചെറിയൊരു ശതമാനവുമായി തുടങ്ങാം. അതിനുശേഷം ബജറ്റ് പതിയെ കൂട്ടിയാൽ മതി. ഞാൻ നെടുവീർപ്പിട്ട് കടലിലേക്ക് നോക്കിയിരുന്നു കൊണ്ട് പറഞ്ഞു. അർജുൻ എനിക്ക് തന്ന എല്ലാ ഉപദേശങ്ങളും എങ്ങനെയാണ് നടപ്പാക്കുന്നതെന്ന് ഓർക്കുകയാണ് ഞാൻ. പക്ഷേ ഇപ്പോൾ ഞാൻ അതെല്ലാം സാക്ഷാത്കരിക്കുന്നതായി വിശ്വസിക്കാൻ പോവുകയാണ്. പ്രോസസ്സിനെ വിശ്വസിക്കുകയാണ്. വിശ്വാസമുണ്ടെങ്കിൽ അതെല്ലാം ശരിയാകും. വളരെ അടിപൊളിയായൊരു വിജയാഘോഷം നടക്കുന്നത് ഞാൻ വിഷ്വലൈസ് ചെയ്യുന്നു. മറ്റെന്തെങ്കിലും ഞാൻ ചെയ്യാനുണ്ടോ? അതെ, അദ്ദേഹം തലയാട്ടി. രണ്ടാമത്തെ കാര്യം നിങ്ങളുടെ വരുമാനത്തിന്റെ 5% സമൂഹത്തിലെ കഷ്ടത അനുഭവിക്കുന്നവർക്ക് കൊടുക്കുക എന്നതാണ്. ഓ മാൻ, ഈ സ്റ്റെപ്പുകൾ ഒരിക്കലും അവസാനിക്കില്ലേ? നിനക്ക് വിജയിക്കണോ അതോ വേണ്ടേ? വേണം. ഞാൻ പൊട്ടിച്ചിരിച്ചു. നിങ്ങൾക്കറിയാമല്ലോ ഞാനത് ചെയ്യുമെന്ന്. ഞാൻ വെറുതെ തമാശ പറഞ്ഞതല്ലേ. കാരണം നമുക്ക് കിട്ടിയതിന്റെ ഒരു ഭാഗം പ്രപഞ്ചത്തിന് തിരിച്ചു കൊടുക്കുക എന്നത് വളരെ പ്രധാനമാണ്. നിങ്ങൾക്ക് സ്വന്തമായ ഒരു ഫൗണ്ടേഷൻ തുടങ്ങാം. അതിനുള്ള പണം നിങ്ങൾക്കില്ലെങ്കിൽ ചെറുതായി തുടങ്ങുക. ചെറുതെങ്കിലും കൊടുക്കുക എന്നതാണ് പ്രധാനം. അതിൽ ഒഴുകഴിവുകൾ കണ്ടെത്തരുത്. നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ കൊടുക്കുക. ഇടത്തരക്കാരനായി അല്ലെങ്കിൽ ദരിദ്രനായി ജീവിക്കണമെങ്കിൽ കൊടുക്കേണ്ട കാര്യമില്ല. അത് കൊള്ളാം. പക്ഷെ ഞാൻ കടക്കണിയിലാണെങ്കിലോ? എനിക്ക് ബില്ലുകൾ സമയത്ത് സെറ്റിൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ? എന്തായാലും കൊടുക്കുക, അർജുൻ പ്രതികരിച്ചു. നിങ്ങൾക്ക് എത്രമാത്രം തിരിച്ചു കിട്ടുമെന്ന് വിശ്വസിക്കാനായെന്ന് വരില്ല. ഭാഗ്യം സൃഷ്ടിക്കാൻ ഒരു വഴിയുണ്ടെങ്കിൽ അതിതാണ്. നിങ്ങൾക്ക് ലഭിക്കുന്നതിലും കൂടുതൽ കൊടുക്കുക. നിസ്വാർത്ഥമായി കൊടുക്കുക എന്നതാണ് ഒരാൾക്ക് ചെയ്യാനാകുന്ന ഏറ്റവും സ്വാർത്ഥമായ കാര്യം. എത്രമാത്രം നിങ്ങൾ കൊടുക്കുന്നുവോ അത്രത്തോളം നിങ്ങൾ സന്തോഷവാന്മാരായിരിക്കും, ആരോഗ്യവാന്മാരായിരിക്കും, സമ്പന്നരായിരിക്കും. എൻ്റെ ഭൂരിപക്ഷം സുഹൃത്തുക്കളും വലിയ മനുഷ്യസ്നേഹികളാണ്. ഞാനതിൽ ഒരാളാകാൻ കുറച്ചുകൂടി കാത്തിരിക്കേണ്ടി വരും, ഞാൻ പറഞ്ഞു. ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ എന്നെ തന്നെ സഹായിക്കുന്ന ഘട്ടം എത്താതെ എനിക്ക് മറ്റൊരാളെ സഹായിക്കാൻ കഴിയില്ലല്ലോ. അത് ശരിയാകണമെന്നില്ല, അദ്ദേഹം പറഞ്ഞു. നിനക്ക് എപ്പോൾ വേണമെങ്കിലും കൊടുക്കാം. നിങ്ങൾക്ക് പണം കൊടുക്കാൻ കഴിയില്ലെങ്കിൽ നിങ്ങളുടെ സമയം കൊടുക്കാം. ഒരു സന്നദ്ധ പ്രവർത്തക എന്ന നിലയിൽ ആവശ്യമുള്ളവർക്ക് നിങ്ങളുടെ വൈകാരിക പിന്തുണ കൊടുക്കാം. ഉപദേശങ്ങൾ കൊടുക്കാം. അല്ലെങ്കിൽ ഒരു പുഞ്ചിരിയെങ്കിലും കൊടുക്കാം. കൊടുക്കുക, കൊടുക്കുക, കൊടുക്കുക. അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. അർജുൻ എന്നോട് തന്നെ എത്രമാത്രം ദയയാണ് കാണിച്ചിരിക്കുന്നത്. എനിക്ക് ഏറ്റവും ആവശ്യമുള്ള സമയത്ത് അദ്ദേഹം തന്റെ വിലപ്പെട്ട സമയവും ഉപദേശവും കരുതലും നൽകി എന്നെ മരണത്തിൽ നിന്ന് കരകയറ്റി. ഇതേ കാര്യം ഞാനും മറ്റൊരാൾക്ക് വേണ്ടി ചെയ്യണം. അതിനായി ഒരു പണവും ആവശ്യമില്ല. വിജയിക്കുക എന്നത് ഒരു മനോഭാവമാണ്. ശരിയാണ്. അർജുൻ മണലിൽ നിന്ന് 2 കല്ലുകൾ എടുത്ത് അവയുടെ ഭാരം നോക്കുന്നത് പോലെ കാണിച്ചു. ഏതാണ് എളുപ്പം? 1000 രൂപയിൽ നിന്ന് 50 രൂപ കൊടുക്കുന്നതാണോ അല്ലെങ്കിൽ 10 ലക്ഷത്തിൽ നിന്ന് 50,000 രൂപ കൊടുക്കുന്നതാണോ? 50 രൂപ, ഞാൻ മറുപടി പറഞ്ഞു. കാരണം എനിക്കത് ഇപ്പോൾ തന്നെ കൊടുക്കാം. ഞാനും ചിരിച്ചു. എന്തുകൊണ്ടെന്നാൽ ഈ മനുഷ്യന്റെ ആത്മവിശ്വാസം ഒരു പകർച്ചവ്യാധി പോലെയാണ്. അദ്ദേഹത്തിന് എന്നിൽ ഇത്രത്തോളം വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ ഞാൻ ആ നിലയിലെത്തും. പിന്നെ ഞാൻ എന്തിനു വിശ്വസിക്കാതിരിക്കണം? യെസ് ബോസ്, നിങ്ങൾ ചെയ്യുന്ന സന്നദ്ധ സേവനങ്ങൾ ഏതൊക്കെയാണ്? താൻ ചെയ്യുന്ന ചാരിറ്റികൾ അദ്ദേഹം എനിക്ക് കാണിച്ചു തന്നു. അദ്ദേഹം ആ പാറക്കഷ്ണങ്ങൾ കടലിലേക്കിട്ടു. രണ്ടും 2 ദിശകളിലേക്ക് പോയി വെള്ളത്തിൽ ഓളമുണ്ടാക്കി. ഇതാണ് നീ ചെയ്യേണ്ട 3ാമത്തെ കാര്യം. നിന്റെ വരുമാനത്തിന്റെ 5%
ആസ്തികളാക്കി മാറ്റണം. ആസ്തികൾ എന്നാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഞാൻ ചോദിച്ചു. ക്യാഷ് ഫ്ലോ തരുന്ന എന്തും, അദ്ദേഹം പറഞ്ഞു. ഉദാഹരണത്തിന്, നിന്റെ കാർ നിനക്ക് ഒരിക്കലും അസറ്റ് അല്ല. അത് നിനക്ക് പണം വായ്പ തന്നവരുടെ അസറ്റാണ്. അതുപോലെ തന്നെ നീ ജീവിക്കുന്ന വീടും. എങ്കിൽ നിക്ഷേപിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ്? നിക്ഷേപം നടത്തുന്നതിന്റെ ഉദ്ദേശം ക്യാഷ് ഫ്ലോ സൃഷ്ടിക്കുക എന്നതാണ്. ഒരു നിക്ഷേപകന്റെ മനോഭാവം എങ്ങനെ സൃഷ്ടിക്കണമെന്നത് തന്ത്രപരമായി പഠിപ്പിക്കുന്ന ഒരുപാട് പുസ്തകങ്ങളുണ്ട്. എന്റെ സുഹൃത്തായ റോബർട്ട് കിയോസ്കിയുടെ റിച്ച് ഡാഡ് പുവർ ഡാഡ് എന്ന പുസ്തകമാണ് ഞാൻ നിർദ്ദേശിക്കുന്നത്. നീ അത് വായിച്ചിട്ടുണ്ടെങ്കിൽ വായിക്കുക. റിച്ച് ഡാഡ് പുവർ ഡാഡ് ഞാൻ വായിച്ചിട്ടുണ്ട്, ഞാൻ പറഞ്ഞു. വളരെ നല്ല പുസ്തകം. കൊള്ളാം. എങ്കിൽ എന്റെ മറ്റൊരു സുഹൃത്തായ റേയ് ഡാലിയോയുടെ ദ ചേഞ്ചിങ് വേൾഡ് ഓർഡർ വായിക്കുക. റേയ് ഒരു മൾട്ടി ബില്യനെയർ ആണ്. എക്കാലത്തെയും വലിയൊരു ഫിനാൻഷ്യൽ ജീനിയസ് ആണ് അദ്ദേഹം. ലോകത്തിലെ ഏറ്റവും വലിയ ഹെഡ്ജ് ഫണ്ട് മാനേജ് ചെയ്യുന്ന വ്യക്തിയാണ് അദ്ദേഹം. ദി ചേഞ്ചിങ് വേൾഡ് ഓർഡർ എന്ന പുസ്തകം അദ്ദേഹത്തിന്റെ വെബ്സൈറ്റിൽ സൗജന്യമായി ലഭ്യമാണ്. ഞാൻ ഐപാഡ് തുറന്ന് ഈ പേരുകൾ എഴുതിയെടുത്തു. ഞാൻ എന്തായാലും ഈ പുസ്തകം വായിക്കും. നിക്ഷേപത്തെക്കുറിച്ച് കാര്യമൊന്നും അറിയാത്ത എന്നെ പോലെ ഒരാൾക്ക് തരാനുള്ള ഏറ്റവും നല്ല ഉപദേശം എന്താണ്? അർജുൻ തലകുലുക്കി. ഞാൻ വാറൻ ബഫറ്റിൽ നിന്ന് പഠിച്ച 2 സ്റ്റെപ്പ് മാത്രമുള്ള ഒരു രഹസ്യം നിനക്ക് പറഞ്ഞു തരാം. വാറൻ ബഫറ്റ്? അതെന്തായാലും എനിക്ക് കേൾക്കണം. ഓക്കെ. മറ്റുള്ളവർ അത്യാഗ്രഹം കാണിക്കുമ്പോൾ ഭയപ്പെടുക. മറ്റുള്ളവർ ഭയപ്പെട്ട് മാറി നിൽക്കുമ്പോൾ അത്യാഗ്രഹം കാണിക്കുക. റിയൽ എസ്റ്റേറ്റിൽ അല്ലെങ്കിൽ ഓഹരിയിൽ അദ്ദേഹം പുലർത്തുന്ന സ്ട്രാറ്റജി ഇതാണ്. ഒന്നാമത്തെ നിയമം, പണം ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. രണ്ടാമത്തെ നിയമം, ഒരിക്കലും ഒന്നാമത്തെ നിയമം മറക്കരുത്. അർജുൻ നാടകീയമായി ഒന്ന് നിർത്തി. നല്ല ഉപദേശം. പക്ഷേ ഞാൻ എവിടെ നിന്ന് തുടങ്ങും? ഇതാണ് അവസാനത്തെ കാര്യം, അർജുൻ പറഞ്ഞു. നിന്റെ വരുമാനത്തിന്റെ 5% നിന്നിൽ തന്നെ നിക്ഷേപിക്കുക. ജിംറോൺ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ജോലിയിൽ കഠിനാധ്വാനം ചെയ്താൽ നിങ്ങൾക്ക് ജീവിച്ചു പോകാം. എന്നാൽ നിങ്ങളിൽ തന്നെ കഠിനാധ്വാനം ചെയ്താൽ നിങ്ങൾക്ക് ഫോർച്യൂൺ സൃഷ്ടിക്കാം. നിന്നോട് എനിക്ക് പറയാനുള്ള നിർദ്ദേശം ഇതാണ് ലിൻഡ. വായിക്കുക. നിന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട മേഖലയിലുള്ള കോഴ്സുകളും പരിശീലന പരിപാടികളും പങ്കെടുക്കുക. നിക്ഷേപത്തെക്കുറിച്ച്, ബന്ധങ്ങളെക്കുറിച്ച്, വിജയത്തെക്കുറിച്ച്, ഭൗതികമായ ആരോഗ്യത്തെക്കുറിച്ച്, വൈകാരിക ആരോഗ്യത്തെക്കുറിച്ച്, നിനക്ക് ആവശ്യം വരുന്നതിന് മുൻപ് എല്ലാറ്റിനെ കുറിച്ചും പഠിക്കുക. ഉദാഹരണത്തിന്, നിങ്ങളുടെ ബന്ധം വഷളായി കഴിഞ്ഞിട്ടല്ല എങ്ങനെ നല്ല ബന്ധം കെട്ടിപ്പടുക്കാമെന്ന് പഠിക്കേണ്ടത്. പ്രിയപ്പെട്ടവർക്ക് എങ്ങനെ കരുതൽ നൽകാമെന്ന് നേരത്തെ പഠിക്കുക. ലോകത്തിൽ ഭൂരിപക്ഷം പേരും അപ്രധാനമായ കാര്യങ്ങളിലാണ് മാസ്റ്റർ ആകുന്നത്. ജീവിതത്തിലെ പ്രധാന കാര്യങ്ങളിൽ മാസ്റ്റർ ആകുക. ആത്മവിശ്വാസത്തോടെ ഇരിക്കുന്ന എന്നെ അദ്ദേഹം മൊത്തത്തിലൊന്ന് നോക്കി. അദ്ദേഹം തുടർന്നു. നിന്റെ 30 ദിവസത്തെ ലക്ഷ്യം നേടിയത് ആഘോഷിക്കാനായി വെറും $10 ചെലവഴിക്കുക. നിന്റെ അത്രയും സൗഭാഗ്യങ്ങളില്ലാത്ത ആരെയെങ്കിലും സഹായിക്കുന്നതിനായി $10 ചെലവഴിക്കുക. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുക. അടുത്ത $10 നിക്ഷേപിക്കുക. ബാക്കിയുള്ള $10 നിനക്ക് വേണ്ടി നിക്ഷേപിക്കുക. അതായത് നിങ്ങൾക്കൊരു നല്ല പുസ്തകം വാങ്ങി വായിക്കാം. എനിക്ക് ഇപ്പോൾ കൂടുതൽ വ്യക്തമായി. ഞാൻ ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് കണ്ണുകൾ അടച്ച് അർജുൻ പറഞ്ഞതെല്ലാം മനസ്സിലേക്ക് ആവാഹിച്ചു. ഇനി ഞാൻ ആകെ ചെയ്യാനുള്ളത് നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം നടപ്പാക്കുക എന്നതാണ്. ഇനി പണം നഷ്ടപ്പെടുത്താതെ ഇരിക്കുക. ഞാനിപ്പോൾ ഞങ്ങൾ ആദ്യമായി കണ്ട സ്ഥലത്തിരിക്കുകയാണ്. ഞാൻ ആ മണലിലിരുന്ന് നെടുവീർപ്പിട്ടു. അദ്ദേഹം എന്റെ തോളത്ത് കൈവച്ചു. നിന്റെ അസ്വസ്ഥത എനിക്ക് അനുഭവപ്പെടുന്നുണ്ട്, അർജുൻ പറഞ്ഞു. ഞാൻ നിന്നോട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. പക്ഷെ നിന്റെ ജീവിതം നിന്നെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. പക്ഷേ ഞാൻ വാഗ്ദാനം ചെയ്യുന്നു, ഇതെല്ലാം ശരിയാകും. ഒരു സമയത്ത് ഒരു സ്റ്റെപ്പ് മാത്രം. നിന്റെ വിശ്വാസം കാത്തു സൂക്ഷിക്കുക. എല്ലാം ശരിയായി വരും ലിൻഡ. നീ ബുദ്ധിമതിയാണ്, ദയാലുവാണ്, കളിതമാശകൾ ഇഷ്ടപ്പെടുന്നയാളാണ്. നീ കഠിനാധ്വാനിയുമാണ്. ഇതൊന്നും എന്റെ കാര്യത്തിൽ ഇത്രയും കാലം ഒരു പ്രയോജനവും ചെയ്തിട്ടില്ല. ഞാൻ ഭൂതകാലത്തെക്കുറിച്ച് ഓർത്തു. നീ നിന്നിൽ വിശ്വസിക്കുന്നില്ലെങ്കിൽ ഇതുകൊണ്ട് കാര്യമില്ല. ആഴത്തിൽ വിശ്വസിക്കുക. ഇവിടെ അദ്ദേഹം തന്റെ നെഞ്ചിലേക്ക് കൈ ചൂണ്ടിക്കാണിച്ചു. അതായത് അർജുന്റെ വളരെ വിശാലമായ ഹൃദയമിരിക്കുന്ന സ്ഥലം. ഇപ്പോൾ ഈ സമുദ്രം കാണുമ്പോൾ എത്ര വലുതാണ്. പക്ഷെ നീ ഏതാനും തുള്ളികളായി തുടങ്ങണം. അതിനുശേഷം ഒരു ബക്കറ്റ്, അത് കഴിഞ്ഞ് ഒരു കുളം, അങ്ങനെ അങ്ങനെ പോകണം. ഈ പ്രപഞ്ചം നിന്റെ കൈപ്പിടിയിലാകുന്നത് ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. എനിക്ക് ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങളെന്നെ ബോധ്യപ്പെടുത്തുകയാണ്. കണ്ണുകൾ നിറഞ്ഞുകൊണ്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. അദ്ദേഹം ശ്രദ്ധിക്കുന്നതിന് മുൻപേ തന്നെ ഞാൻ കണ്ണു തുടച്ചു.
കരഞ്ഞതുകൊണ്ട് എന്റെ ജീവിതത്തിലെ ഒരു പ്രശ്നവും ഇല്ലാതായിട്ടില്ല. നീ ഏത് അവസ്ഥയിലാണെന്ന് എനിക്ക് മനസ്സിലായി, അദ്ദേഹം പറഞ്ഞു. ഈ വാക്കുകൾ എന്നെ പിടിച്ചു നിർത്തി. കണ്ണീരിനെ ഞാൻ പുറത്തേക്കൊഴുക്കി. അർജുൻ എന്നെ മനസ്സിലാക്കുന്നുണ്ടെന്നത് എന്റെ നിശ്ചയദാർഢ്യം കൂട്ടി. അദ്ദേഹത്തിന് കഴിയുന്നുണ്ടെങ്കിൽ എനിക്കും കഴിയും. ഒന്നും പറയാതെ ഞാൻ അവിടെ ഇരുന്നു. അർജുൻ ദൂരേക്ക് നോക്കിയിരുന്നു. വെള്ളത്തിലേക്ക് നോക്കിയിരിക്കുമ്പോൾ എന്റെ മനസ്സ് എന്നെ വീണ്ടും ആ കറുത്ത ദിനങ്ങളിലേക്ക് കൊണ്ടുപോയി. ഞാൻ എന്നെ തന്നെ ആ തിരകൾ കിട്ടുകൊടുത്ത ദിവസം. കുറേയേറെ നേരത്തേക്ക് ഞങ്ങൾ നിശബ്ദരായിരുന്നു. അവിടെ തിരകളുടെയും കടൽ പക്ഷികളുടെയും ശബ്ദം മാത്രമേ കേൾക്കാനുണ്ടായിരുന്നുള്ളൂ. ഞാൻ കണ്ണുകൾ അടച്ചു. പസഫിക് സമുദ്രത്തിന്റെ താരാട്ട് കേട്ട് ഞാൻ ധ്യാനിച്ചു. അർജുന്റെ ആശയങ്ങൾ എന്റെ മനസ്സിൽ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരുന്നു. എന്റെ എല്ലാ സ്വപ്നങ്ങളും സത്യമാകുന്നത് ഞാൻ സങ്കല്പിച്ചു. അതെനിക്ക് ശക്തി തന്നു. കുറച്ചുനേരം കഴിഞ്ഞപ്പോൾ സൂര്യൻ ചക്രവാളത്തിലേക്ക് മറഞ്ഞു തുടങ്ങി. എന്റെ മനക്കണ്ണിൽ ഞാൻ സൂര്യനേക്കാൾ ശക്തിയുള്ളവളായി. പുതിയൊരു ജീവിതം തുടങ്ങാൻ ഞാൻ തയ്യാറായി കഴിഞ്ഞു. അവിടെവിടെയായി ചിതറിക്കിടക്കുന്ന ജിക്സോ പസിൽ കഷ്ണം കൂട്ടിവെച്ച് വളരെ മഹത്തായതും അത്ഭുതകരമായതുമായ ഒന്ന് സൃഷ്ടിക്കാൻ ഞാൻ തയ്യാറായി കഴിഞ്ഞു. ഞാൻ അർജുനെ പോലെ ആത്മവിശ്വാസമുള്ളവളായും സാമ്പത്തിക സ്വാതന്ത്ര്യം നേടിയവളായും എനിക്ക് തോന്നി. ഞാൻ എന്റെ ലക്ഷ്യം ഭൗതികമായും നേടിയതുകൊണ്ടല്ല, പക്ഷെ എന്റെ മനസ്സിൽ ഞാൻ ആ ലക്ഷ്യം നേടിക്കഴിഞ്ഞിരിക്കുന്നത് കൊണ്ടാണ്. ഞാൻ ഔദാര്യശീലമുള്ളവളും മറ്റുള്ളവരെ സഹായിക്കുന്നവളും ശക്തിയും കഠിനാധ്വാനിയുമാണ്. അദ്ദേഹം എന്നെക്കുറിച്ച് പറഞ്ഞ എല്ലാമാണ് ഞാൻ. എനിക്കത് അനുഭവിക്കാനാകും. അതെ, എന്റെ യഥാർത്ഥ യാത്ര ഇവിടെ തുടങ്ങുകയാണ്. ബീച്ചിലേക്കുള്ള ഈ രണ്ടാം വരവിൽ എന്റെ മനസ്സിൽ ഞാൻ വിജയിച്ചു കഴിഞ്ഞു. ഇനി ഞാൻ ഇവിടേക്ക് തിരിച്ചു വരുമ്പോൾ ഞാൻ എന്റെ ലക്ഷ്യം സാക്ഷാത്കരിച്ചിട്ടുണ്ടാകും. ഇപ്പോഴെനിക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് അർജുൻ ഞങ്ങളുടെ അവസാന കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടി ഈ സ്ഥലം തന്നെ തിരഞ്ഞെടുത്തതെന്ന്. അത് പറയാനായി ഞാൻ അർജുനെ ചുറ്റും നോക്കി. അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നില്ല. ജീവിതത്തിലേക്കുള്ള എന്റെ 90 ദിവസങ്ങൾ. 10 വർഷങ്ങൾക്ക് ശേഷം. പ്രഭാതകിരണങ്ങൾ എന്റെ കൺപോളകളിൽ അടിക്കുന്നു. കഴിഞ്ഞ 5 വർഷമായി സ്ഥിരമായി കാണുന്ന കാഴ്ചയിലേക്കാണ് ഞാൻ കണ്ണുകൾ തുറന്നത്. പസഫിക് സമുദ്രത്തിന്റെ തിരമാലകളും സാൻ ഫ്രാൻസിസ്കോയുടെ അടുത്തുള്ള ബീച്ചും. അവിടെയാണ് കഴിഞ്ഞ 5 വർഷമായി ഞാൻ ജീവിച്ചത്. ഞാൻ ഈ സ്ഥലം മനഃപൂർവ്വം തിരഞ്ഞെടുത്തതാണ്. 10 വർഷങ്ങൾക്ക് മുൻപ് ഞാൻ എന്റെ ജീവിതം അവസാനിപ്പിക്കാനായി തീരുമാനിച്ചപ്പോൾ എന്റെ സുഹൃത്തും മെന്ററുമായ അർജുൻ എന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു വിളിച്ച് എന്റെ ആത്മാവിനെ കണ്ടെത്താൻ ധൈര്യം തന്ന സ്ഥലം. മുന്നോട്ടു പോകാനുള്ള എന്റെ പ്രചോദനം. എല്ലാ ദിവസവും ഈ കടൽ കാണുന്നത് ഞാൻ എവിടെ നിന്നാണ് വന്നത് എന്നെന്നെ ഓർമ്മിപ്പിക്കുന്നു. ഒപ്പം പ്രപഞ്ചത്തോടും അർജുനോടുമുള്ള കടപ്പാടും ഈ തിരമാലകൾ എന്നെ ഓർമ്മിപ്പിക്കുന്നു. അർജുന്റെ പ്രശസ്തമായ വാക്കുകൾ കടമെടുത്താൽ ഞാനിപ്പോൾ എന്റെ പുതിയ പതിപ്പാണ്. ഞാൻ അർജുനെ കണ്ടുമുട്ടിയ ആ ദിവസത്തെക്കുറിച്ചും അന്ന് നടന്ന കാര്യങ്ങളെക്കുറിച്ചും ഒരുപാട് ചിന്തിച്ചു. അദ്ദേഹത്തെ കണ്ടുമുട്ടിയതിനു ശേഷം ഞാൻ നേടിയ അത്ഭുതകരമായ നേട്ടങ്ങൾ ഓർത്ത് ഞാൻ നന്ദി പറഞ്ഞു. എന്നെക്കാൾ അധികമായി അദ്ദേഹം എന്നിൽ വിശ്വസിച്ചിരുന്നു. ഞാൻ എൻ്റെ ജീവിതത്തിന്റെ നിയന്ത്രണം തിരിച്ചു പിടിക്കുന്നത് വരെ. തകർച്ചയുടെ അറ്റത്ത് നിൽക്കുമ്പോഴും പിടിച്ചു കയറ്റാൻ ആരുമില്ലാതെ പോകുന്ന ആളുകളെ ഓർത്ത് എനിക്ക് വിഷമം തോന്നുന്നു. എനിക്ക് കിട്ടിയത് എനിക്ക് സാധ്യമായ രീതിയിൽ ഞാൻ മറ്റുള്ളവർക്ക് തിരിച്ചു കൊടുക്കും. ഞാൻ എൻ്റെ പരിശ്രമം അവസാനിപ്പിച്ച് തിരിച്ചു പോരാത്തതിൽ എനിക്ക് സന്തോഷം തോന്നി. അല്ലായിരുന്നുവെങ്കിൽ ഇന്ന് എനിക്കുള്ളതെല്ലാം ഇപ്പോഴും വെറും സ്വപ്നങ്ങൾ മാത്രമാകുമായിരുന്നു. എന്നാൽ ഇന്ന് എനിക്ക് എല്ലാം ഉണ്ട്. എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒരു വൈകുന്നേരം അദ്ദേഹം വളരെ ശാന്തമായി എന്നിൽ നിന്ന് മാഞ്ഞു പോയതിനു ശേഷമുള്ള യാത്ര വളരെ അത്ഭുതകരമായിരുന്നു. അദ്ദേഹം അന്ന് എന്തിനാണ് അങ്ങനെ ചെയ്തതെന്ന് ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്. ആദ്യം അതെനിക്ക് കുറച്ച് വിഷമമുണ്ടാക്കിയിരുന്നു. പക്ഷേ എനിക്ക് പറക്കമുറ്റാനുള്ള സമയമായെന്ന് അദ്ദേഹം അന്ന് മുൻകൂട്ടി കണ്ടിരുന്നു. അദ്ദേഹത്തിൽ നിന്ന് പഠിച്ചതെല്ലാം പ്രോസസ് ചെയ്യാനും അത് പ്രയോഗത്തിൽ വരുത്താനുമുള്ള സമയമായപ്പോൾ അർജുൻ എൻ്റെ ജീവിതത്തിലേക്ക് മടങ്ങി വന്നു. ഒരു സുഹൃത്തായും എൻ്റെ ഏറ്റവും നല്ല ക്ലയന്റായും. പക്ഷെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കാണാൻ ശ്രമിച്ചില്ല. പക്ഷെ ഞങ്ങൾ ഒരുമിച്ച് ചെലവഴിച്ച സമയം എനിക്ക് വളരെ വിലപ്പെട്ടതായിരുന്നു. എൻ്റെ സ്മാർട്ട് വാച്ചിൽ റിമൈൻഡർ വന്നു. സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ ബിരുദാനന്തര ചടങ്ങ് ഇന്നാണ്. ആരാണ് അതിൽ വിശിഷ്ടാതിഥിയായി പങ്കെടുക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാമോ? അല്ല, ഇത്തവണ ഞാനല്ല, അർജുൻ. ഞാനൊരു ഗസ്റ്റായി വീണ്ടും അർജുന്റെ വാക്കുകൾ കേൾക്കാനായി യൂണിവേഴ്സിറ്റിയിലേക്ക് പോകും. സന്തോഷത്തോടെ അവിടെ ഓഡിറ്റോറിയത്തിലെ കസേരയിൽ ഇരിക്കും.
അതെന്നെ ആഴ്ചയിൽ ഒരു ദിവസം അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥിയാകാൻ അവസരം കിട്ടിയ പഴയ ദിവസങ്ങളിലേക്ക് കൊണ്ടുപോകും. അർജുൻ ഡേയ്സ്. ഞാനൊരു ചിരിയോടെ അതേക്കുറിച്ച് ഓർത്തു. ക്ഷമിക്കണം, ഞാൻ നിങ്ങളോട് ചാർലിയെക്കുറിച്ച് പറയാൻ മറന്നു. ചാർലിക്ക് വേണ്ടി ഞാൻ വീണ്ടും പിന്നോട്ട് തിരിഞ്ഞു നോക്കിയില്ല. എന്റെ ജീവിതം ഇല്ലാതാക്കാനായിരുന്നു അയാൾ ശ്രമിച്ചിരുന്നത്. ഇന്ന് ഞാൻ വിവാഹിതയാണ്. ലെബറാറ്റോ ഡൊമാനി എന്ന സിലിക്കൺ വാലിയിലെ വെഞ്ചർ ക്യാപിറ്റലിസ്റ്റിനെയാണ് ഞാൻ വിവാഹം കഴിച്ചത്. സന്തോഷമുള്ള നാളുകൾ. അദ്ദേഹം എന്റെ ജീവിതത്തിലെ പങ്കാളി മാത്രമല്ല, വർഷം ദശലക്ഷക്കണക്കിന് ഡോളർ വരുമാനമുള്ള ബിസിനസ്സിലെ എന്റെ പങ്കാളി കൂടിയാണ് അദ്ദേഹം. പക്ഷെ എന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പണമല്ല, സമയമാണ്. ഞങ്ങൾക്ക് 3 കുട്ടികളാണുള്ളത്. ജെയ്ക്ക്, എയ്ഡൻ, ഈവ. ജെയ്ക്കിന് 8 വയസ്സാണ്. എയ്ഡനും ഈവയും ഇരട്ടക്കുട്ടികളാണ്. അവർക്ക് 6 വയസ്സ്. എന്റെ സമയത്തിന്റെ ഭൂരിഭാഗവും അവർക്കുള്ളതാണ്. പക്ഷെ ഒന്നിനു വേണ്ടിയും ഞാൻ എന്റെ ജീവിതം മാറ്റിയിട്ടില്ല. പല സ്ത്രീകളും ചിന്തിക്കുന്നത് 40 വയസ്സിൽ അവരുടെ ജീവിതം അവസാനിച്ചു എന്നാണ്. എന്നാൽ എന്റെ ജീവിതം തുടങ്ങിയത് 10 വർഷം മുൻപാണ്, എന്റെ 40ാമത്തെ വയസ്സിൽ. ബൈ മക്കളെ, മമ്മി ഒരു പഴയ സുഹൃത്തിനെ കാണാൻ പോവുകയാണ്. ബൈ മമ്മി. ഞാൻ കുട്ടികളെ ചുംബിച്ചു. എന്റെ ഭർത്താവിന്റെ ചുണ്ടിൽ ഉമ്മ വെച്ചു. ഓഫീസിൽ വെച്ച് കാണാം. അതിനുശേഷം ഞാൻ ഭിത്തിയിൽ തൂക്കിയിട്ടിരുന്ന താക്കോൽ എടുത്തു. എന്റെ ഫെറാറി F60യുടെ താക്കോൽ. തീർച്ചയായും അർജുനോട് ഞാൻ അന്വേഷിച്ചതായി പറയണം. കുട്ടികളുടെ പ്ലേറ്റിൽ ഗ്രിൽ ചെയ്ത ചീസ് കഷ്ണങ്ങൾ വിളമ്പിക്കൊണ്ട് അദ്ദേഹം ചിരിച്ചു. ഞാൻ ഗരാജിൽ കിടന്ന ഫെറാറിയിൽ കയറി സ്റ്റാർട്ട് ചെയ്തപ്പോൾ അതിന്റെ എഞ്ചിൻ മുരണ്ടു. 10 വർഷങ്ങൾക്ക് മുൻപ് ഇങ്ങനെയൊരു ജീവിതം ആഗ്രഹിക്കാൻ മാത്രമേ എനിക്ക് സാധിച്ചിരുന്നുള്ളൂ. ഇപ്പോൾ എനിക്കത് യാഥാർത്ഥ്യമായിരിക്കുന്നു. വീട്, കുടുംബം, ഫെറാറി ഇവ എനിക്ക് പൊങ്ങച്ചം കാണിക്കാനുള്ള കാര്യങ്ങളല്ല. പ്രതീക്ഷയുടെ, നിരന്തര ശ്രമങ്ങളുടെ, അതിജീവനത്തിന്റെ ഓർമ്മപ്പെടുത്തലുകളാണ് അവയൊക്കെ. ഞാൻ ആ ഇരുട്ടിന്റെ ദിനങ്ങളെ അതിജീവിച്ചു. അർജുന്റെ ടെക്നിക്കുകളും പാഠങ്ങളും ഉപയോഗിച്ച് എന്റെ ജീവിതത്തോടുള്ള മനോഭാവം ഞാൻ മാറ്റിയെടുത്തു. ആർക്കും അത് ചെയ്യാനാവുന്നതേയുള്ളൂ. നമ്മുടെ തലച്ചോറ് അതിബുദ്ധിയുള്ള കമ്പ്യൂട്ടറുകളാണ്. കമ്പ്യൂട്ടറുകൾ നമുക്ക് റീപ്രോഗ്രാം ചെയ്യാം. അതുപോലെ തലച്ചോറ് നമുക്ക് റീകണ്ടീഷൻ ചെയ്യാം. ഒരു ദിവസം ഒരു ബീച്ചിൽ എന്നെപ്പോലെ നിരാശനായ ഒരു വ്യക്തിയെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നുവെങ്കിലെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്കറിയാവുന്നതെല്ലാം എനിക്ക് ആ വ്യക്തിയെ പഠിപ്പിക്കാമായിരുന്നു. സ്റ്റാൻഫോർഡിലേക്ക് 1 മണിക്കൂർ യാത്രയുണ്ട്. ലോകത്തിലെ ഏറ്റവും തിരക്കുള്ള റോഡിലൂടെയാണ് ഞാനിപ്പോൾ ഡ്രൈവ് ചെയ്യുന്നത്. എന്നാലും ഈ ഡ്രൈവ് ഞാൻ ഏറെ ആസ്വദിക്കുന്നു. കാരണം ഒരു തിരിഞ്ഞു നോക്കലിനുള്ള സമയം കൂടിയാണ് എനിക്കിത്. ഞാൻ രാവിലെ മുതൽ ആ മാനസികാവസ്ഥയിൽ തന്നെയായിരുന്നു. ഈ ദിവസം വൈകുന്നേരം അർജുനെ കാണുന്നതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞ 3 കാര്യങ്ങളാണ് എനിക്ക് ഓർമ്മ വരുന്നത്. പവർ സെറിമണി, കോ മാനിഫെസ്റ്റേഷൻ, അർജുൻ കെട്ടിപ്പടുക്കാൻ സഹായിച്ച എൻ്റെ പുതിയ സ്വത്വം, സാറാ ബ്ലാക്ക്ലി ഓഫ് ടെക്നോളജി. ഇത് ശരിക്കും രസകരമാണ്. എൻ്റെ ചില അടുത്ത സുഹൃത്തുക്കൾ എന്നെ ഇപ്പോഴും വിളിക്കുന്നത് അങ്ങനെയാണ്. അർജുനുമായുള്ള എൻ്റെ പഠനകാലം കഴിഞ്ഞപ്പോൾ ഞാൻ ആധ്യാത്മികമായ പാപ്പരത്വത്തിൽ നിന്ന് ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും സ്മാർട്ടായ 300 അസാധാരണ വ്യക്തിത്വങ്ങളെ ജോലിക്കെടുത്തു. അതൊരു വഴിത്തിരിവായി ഞാൻ കാണുന്നു. എല്ലാറ്റിനും ഉപരിയായി എനിക്കിന്ന് അർജുന് വലിയൊരു സർപ്രൈസ് കൊടുക്കാനുണ്ട്. അതിനായി എനിക്ക് അദ്ദേഹത്തെ കാത്തിരിക്കാൻ വയ്യ. ഇന്ന് ബിരുദമെടുക്കുന്ന വിദ്യാർത്ഥികളുടെ അഭിമാനത്തോടു കൂടിയിരിക്കുന്ന കുടുംബാംഗങ്ങളുടെ ഇടയിലായി ഞാൻ ഇരുന്നു. ആ കുട്ടികളുടെ മുഖത്തുള്ള യുവത്വത്തിന്റെ പ്രസരിപ്പും നിഷ്കളങ്കതയും എന്നെ കൂടുതൽ ആവേശത്തിലാക്കി. ഉന്നത വിദ്യാഭ്യാസത്തിനായി അവർ വർഷങ്ങളോളം കഷ്ടപ്പാടുകൾ സഹിച്ചതിനു ശേഷം ലോകത്തേക്കിറങ്ങാൻ തങ്ങൾ തയ്യാറാണെന്ന് അവർ വിശ്വസിക്കുന്നു. അവരുടെ പ്രയാണം അവർ തുടങ്ങുന്നതേയുള്ളൂ. അവർ എൻ്റെ സ്വന്തം കുട്ടികളാണെന്നതുപോലെ എനിക്ക് അവരെക്കുറിച്ച് അഭിമാനം തോന്നി. യൂണിവേഴ്സിറ്റിയിലെ ഡീൻ അർജുനെ സദസ്സിന് മുന്നിൽ പരിചയപ്പെടുത്തുമ്പോൾ എൻ്റെ നെഞ്ചിൽ അപ്രതീക്ഷിതമായ ചില വികാരങ്ങൾ ഉയർന്നു. വലിയ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഡീൻ അർജുനെ പരിചയപ്പെടുത്തിയത്. അത് മുഴുവൻ അദ്ദേഹം അർഹിക്കുന്നത് തന്നെ. സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ ബിരുദദാന ചടങ്ങിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് അർജുൻ സിദ്ധാർത്ഥ്. അദ്ദേഹം തന്നെ നിഗൂഢമായ ചിരിയോടെ തുടങ്ങുന്നു. ഞാൻ ആവേശം കൊണ്ട് എൻ്റെ സീറ്റിന്റെ അറ്റത്തായി. 10 വർഷത്തിനു മുമ്പ് ഞാനായിരുന്നു അതേ അവസ്ഥയിലേക്ക്. നന്ദി പ്രിയപ്പെട്ട ഡീൻ ലെവിൻ, എന്നെ ഇവിടേക്ക് ക്ഷണിച്ചതിന് നന്ദി. അർജുൻ ചുണ്ടിലൊരു ചിരിയോടെ തന്റെ പ്രസംഗം തുടങ്ങി. ഒരിക്കൽ എൻ്റെ മകൾ അവളുടെ മുറിയിലെ അലമാര അടുക്കുകയായിരുന്നു. അതിൽ നിന്ന് എൻ്റെ ഒരു വലിയ ഫയൽ അവൾക്ക് കിട്ടി. തുറന്നു നോക്കിയപ്പോൾ ഒരു കെട്ട് സർട്ടിഫിക്കറ്റുകൾ.
ഇതെന്താണ് അച്ഛാ ഇത്രയും? അവൾ അത്ഭുതത്തോടെ എന്നോട് ചോദിച്ചു. അതെ, അച്ഛൻ വളരെ മിടുക്കനായിരുന്നു. അതുകൊണ്ട് എഞ്ചിനീയറിംഗിന് കൂടുതൽ നല്ല മാർക്ക് കിട്ടാനായി ഓരോ പരീക്ഷയും പലതവണ എഴുതുമായിരുന്നു. അവൾ വിശ്വസിച്ചോ ഇല്ലയോ എന്നെനിക്ക് അറിയില്ല. പക്ഷെ നിങ്ങളോട് മാത്രമായി ഞാൻ ആ സത്യം പറയാം. എഞ്ചിനീയറിംഗിന് അന്ന് 52 വിഷയങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. പലതവണ എഴുതി എനിക്ക് 79 സർട്ടിഫിക്കറ്റുകളാണ് കിട്ടിയത്. എഞ്ചിനീയറിംഗ് സർവേ എന്ന വിഷയം ഞാൻ 5 തവണയാണ് എഴുതിയത്. സദസ്സിൽ കൂട്ടച്ചിരി മുഴങ്ങി. എനിക്കും ചിരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. എഞ്ചിനീയറിംഗ് ജയിക്കാൻ വേണ്ടത് 50% മാർക്കാണെങ്കിൽ ഞാൻ പാസ്സായത് 50.2% മാർക്കിലാണ്. ലോകത്തിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ ഒന്നിൽ നിന്ന് ബിരുദം നേടി നിൽക്കുന്ന മിടുമിടുക്കരായ നിങ്ങളോട് സംസാരിക്കാനുള്ള എന്റെ യോഗ്യത ഇതാണ്. സദസ്സിൽ നിന്ന് കയ്യടികൾ ഉയർന്നു. ഇത്രത്തോളം ഉയരത്തിൽ നിൽക്കുമ്പോഴും ഭൂമിയോളം താഴാനുള്ള ഈ മനുഷ്യന്റെ വിനയം സമ്മതിക്കണം. എനിക്ക് അർജുനെക്കുറിച്ച് അഭിമാനം തോന്നി. അർജുൻ ഇത്രയും വലിയ സദസ്സിനെ കയ്യിലെടുത്തു കഴിഞ്ഞു. അങ്ങനെ ഒരു വിധത്തിൽ എഞ്ചിനീയറിംഗ് പാസ്സായി ഞാൻ ബാംഗ്ലൂർ എന്ന ഇന്ത്യയിലെ ഒരു നഗരത്തിൽ ജോലി അന്വേഷിച്ചു പോയി. അന്ന് തന്നെ ഒരു പത്രത്തിൽ 50,000 രൂപ ശമ്പളം കിട്ടുന്ന ജോലിയുടെ പരസ്യം കണ്ടു. ഞാൻ പിറ്റേ ദിവസം തന്നെ അവരെ കാണാനായി പോയി. വളരെ നല്ല ആളുകൾ. എന്നെ സ്വീകരിച്ച് അവരുടെ ബോസിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി. മനസ്സ് വെച്ചാൽ 1,00,000 രൂപയ്ക്ക് മുകളിൽ ഉണ്ടാക്കാൻ പറ്റുമെന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ എന്റെ കണ്ണുകൾ തിളങ്ങി. കാര്യം ഇത്രയുള്ളൂ. പിസ്സ ഹട്ടിന്റെ കൂപ്പണുകൾ വിൽക്കണം. വിൽപ്പന അനുസരിച്ച് കമ്മീഷൻ കിട്ടും. അങ്ങനെ ധീരുഭായി അംബാനിയെ പോലെ വളരാം. എന്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായി. അടുത്ത ദിവസം രാവിലെ തന്നെ ജോലിക്ക് വന്നുകൊള്ളാൻ പറഞ്ഞു. കൃത്യം 9 മണിക്ക് തന്നെ ഞാൻ ഓഫീസിലെത്തി. അവിടെ എന്നെ പോലെ 10-12 പേരുണ്ട്. എന്നും രാവിലെ മീറ്റിംഗ് കഴിഞ്ഞാണ് ഫീൽഡിൽ പോകേണ്ടത്. രാവിലെ തന്നെ ബോസിന്റെ വക ഒരു മോട്ടിവേഷൻ ക്ലാസ് ആണ്. ക്ലാസ് കഴിഞ്ഞ് അദ്ദേഹം ഉറക്കെ ചോദിക്കും, ആർ യു എ ഷീപ്പ്? അപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച് ഉറക്ക പറയും, നോ സർ. അദ്ദേഹം വീണ്ടും ചോദിക്കും, ആർ യു എ ഡോഗ്? നോ സർ. ദെൻ ഹു ആർ യു? ഐ ആം എ റൈനോസറസ്. വൈ ആർ യു എ റൈനോ? ബിക്കോസ് ഐ ഹാവ് എ ടഫ് സ്കിൻ. അർജുൻ ഓരോ ചോദ്യവും ചോദിച്ച് ഉത്തരം പറയുമ്പോഴും കണ്ണുകൾ പൊട്ടിച്ചിരിക്കുകയായിരുന്നു. ഒപ്പം ഞാനും. മോട്ടിവേഷൻ ക്ലാസ് കഴിഞ്ഞ് ഞാനടക്കമുള്ള എല്ലാവരും ഫീൽഡിലേക്ക് പോയി. പലയിടത്തും കൂപ്പണുമായി പോയെങ്കിലും ഒന്നും ചെലവായില്ല. ഒരു ഓഫീസിൽ ചെന്നപ്പോൾ അവിടുത്തെ ലിഫ്റ്റ് കേടായി. അതിനുള്ളിൽ 2.5 മണിക്കൂർ വിയർത്ത് ഞാനിരുന്നു. രാവിലത്തെ മോട്ടിവേഷൻ ക്ലാസിന്റെ എല്ലാ ഊർജവും എന്നിൽ നിന്ന് ചോർന്നു പോയിരുന്നു. അന്നത്തെ ദിവസം അങ്ങനെ തീർന്നു. രണ്ടാമത്തെ ദിവസവും ഒന്നും വിൽക്കാൻ കഴിയാതെ വന്നപ്പോൾ ഞാൻ ബസ് സ്റ്റോപ്പിലിരുന്ന് ബോസിനെ വിളിച്ച് ഞാൻ ജോലി മതിയാക്കുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ പറയരുത്, നിനക്ക് അംബാനിയാകണ്ടേ? ഒരു കാര്യം ചെയ്യാം, ഇങ്ങോട്ട് വാ, ഞാനൊരു മോട്ടിവേഷൻ ക്ലാസ് തരാം. എനിക്ക് ചിരി നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം തുടർന്നു, ഞാൻ വരാമെന്ന് പറഞ്ഞിട്ട് ഫോൺ ഓഫാക്കി. ഇനി എന്ത് ചെയ്യും? എങ്ങോട്ട് പോകുമെന്നറിയാതെ ഞാൻ ആ ബസ് സ്റ്റോപ്പിൽ തന്നെ ഇരുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഒരു യുവാവ് എൻ്റെ അടുത്ത് വന്നിരുന്നു. അയാൾ ആർക്കോ ഫോണിൽ മെഡിക്കൽ സംബന്ധമായ ഉപദേശങ്ങൾ കൊടുക്കുകയാണ്. ഇയാൾ ഡോക്ടറായിരിക്കും, ഞാൻ ചിന്തിച്ചു. കണ്ടാൽ സുന്ദരൻ, മതിപ്പുളവാക്കുന്ന സംസാരം. ഫോൺ നിർത്തിയിട്ട് അയാൾ എന്നെ നോക്കി പുഞ്ചിരിച്ചു. ഞാനും തിരിച്ചു പുഞ്ചിരിച്ചപ്പോൾ അയാൾ എൻ്റെ കൈ പിടിച്ചു കുലുക്കിയിട്ട് ഞാൻ ഡോക്ടർ വിഷ്ണു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ സംശയിച്ചത് ശരിയാണല്ലോ എന്ന് ഞാൻ ഓർത്തു. എന്ത് ചെയ്യുന്നുവെന്ന് അദ്ദേഹം എന്നോട് ചോദിച്ചപ്പോൾ ജോലി അന്വേഷിക്കുകയാണ് എന്ന് മാത്രം ഞാൻ പറഞ്ഞു. എനിക്കിവിടെ കാര്യമായ സുഹൃത്തുക്കളൊന്നുമില്ല. എന്തായാലും അർജുനെ കണ്ടുമുട്ടിയതിൽ സന്തോഷം. വിഷ്ണു പറഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് ആശ്വാസം തോന്നി. അദ്ദേഹം അവിടെ ഇരുന്ന തന്റെ ബ്ലാക്ക്ബെറി ഫോണിൽ ഇമെയിൽ പരിശോധിക്കുമ്പോഴാണ് ഞാൻ ആ പേര് ശ്രദ്ധിക്കുന്നത്. ലോറ ബുഷ്. ജോർജ് ബുഷിന്റെ ക്യാമ്പയിന് വേണ്ടി ജോലി ചെയ്തതിനുള്ള നന്ദിയും അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ടുള്ള ഇമെയിൽ ലോറ ബുഷ് അയാൾക്ക് നേരിട്ട് അയച്ചിരിക്കുന്നു. ഇത്രയും സ്വാധീനമുള്ള ഒരാളെയാണോ ഞാൻ പരിചയപ്പെട്ടിരിക്കുന്നത്? എന്റെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റമുണ്ടാകാൻ പോകുന്നത് ഇയാളിലൂടെ ആയിരിക്കുമെന്ന് എനിക്ക് തോന്നി. അദ്ദേഹം എന്നെ ഒരു ഫോട്ടോ കാണിച്ചു തന്നു. ജോർജ് ബുഷിന്റെ പിതാവ് ജോർജ് W. ബുഷിനൊപ്പം സ്റ്റെതസ്കോപ്പും കഴുത്തിൽ ഇട്ടുകൊണ്ട് ഡോക്ടർ വിഷ്ണുവിന്റെ അച്ഛൻ നിൽക്കുന്നു. ജോർജ് W. ബുഷിന്റെ ഫിസിഷ്യൻ ആയിരുന്നു അത്രേ അദ്ദേഹം. ജോലിയും കൂലിയും ഇല്ലാത്ത എനിക്ക് ലഭിക്കാനാവുന്ന ഏറ്റവും വലിയ അവസരമാണിതെന്ന് എനിക്ക് പൂർണ്ണമായും ബോധ്യമായി. അയാളെ ഞാൻ അവിടുത്തെ എൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. വീടെന്നൊന്നും പറയാനാകില്ല, ബാംഗ്ലൂരിലെ ചാണകം മെഴുകിയ ഒരു കൊച്ചു വീട്ടിലെ ഒരു കൊച്ചുമുറി. അവിടുത്തെ ഒരേയൊരു കസേരയിൽ അദ്ദേഹം വന്നിരുന്നു. എന്തൊരു എളിമയുള്ള മനുഷ്യൻ. ഞാൻ വിഷ്ണുവിനെ അടുത്തുള്ള ഒരു മലയാളിയുടെ ബേക്കറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അപ്പോഴത്തെ ഞങ്ങളുടെ പ്രീമിയം ഭക്ഷണമായ പപ്സും പേസ്ട്രിയും വിഷ്ണുവിന് വാങ്ങിക്കൊടുത്തു.
അവിടെ വെച്ച് വിഷ്ണു തന്റെ കഥയും പറഞ്ഞു. പിതാവുമായി വഴക്കുണ്ടാക്കി വീട് വിട്ട് ബാംഗ്ലൂരിൽ എത്തിയതാണത്രേ വിഷ്ണു. വീട്ടിൽ നിന്ന് സപ്പോർട്ടില്ലാത്തതിനാൽ ഡോക്ടറാണെങ്കിലും സാമ്പത്തികമായി കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. നമുക്ക് രക്ഷപ്പെടാൻ എന്തെങ്കിലും ഒരു വഴിയുണ്ടോ എന്ന് ഞാൻ വിഷ്ണുവിനോട് നേരെ ചോദിച്ചു. വിഷ്ണു ഏറെ നേരം ആലോചിച്ചിട്ട് പറഞ്ഞു, ചെന്നൈയിലെ എംബസിയിൽ ജോലി ചെയ്യുന്ന പലരും തന്റെ സുഹൃത്തുക്കളായതിനാൽ അമേരിക്കയിലേക്ക് ആർക്കെങ്കിലും പോകണമെങ്കിൽ അതിനുള്ള സഹായം ചെയ്യാം. അന്നത്തെ കാലത്ത് ഒരു ശരാശരി മലയാളിയുടെ ഏറ്റവും വലിയ സ്വപ്നം അമേരിക്കയിൽ എത്തുക എന്നതാണ്. ഓ, അപ്പോൾ എനിക്ക് അമേരിക്കയിൽ പോകാൻ പറ്റുമെന്ന് ഉറപ്പായി. അതിനു മുൻപ് കുറച്ച് മലയാളികളെ അമേരിക്കയിലേക്ക് കയറ്റിവിട്ടാൽ എനിക്ക് കുറച്ച് പണം കൂടി ഉണ്ടാക്കി അമേരിക്കയിലേക്ക് പോകാമല്ലോ. മാത്രവുമല്ല, എംബസിയിലുള്ളവർക്ക് പണം കൊടുക്കേണ്ടി വരും. കുറച്ചുപേരെ കയറ്റിവിട്ടാൽ ഉദ്യോഗസ്ഥർക്ക് കൊടുക്കുന്ന പണം കഴിഞ്ഞുള്ളത് വിഷ്ണുവിനെടുക്കാം. പകരം എന്നെ ഫ്രീ ആയി അമേരിക്കയിലേക്ക് വിടാം. ഇതായിരുന്നു ഞങ്ങളുടെ കരാർ. ഞാൻ വലിയ സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങി. പക്ഷെ ഞാൻ എൻ്റെ സ്വപ്നങ്ങൾ കൂട്ടുകാരനായ ടിറ്റോയോട് പറഞ്ഞു. എഞ്ചിനീയറിംഗ് കോളേജിലെ ആദ്യ ദിവസം മുതൽ എൻ്റെ കൂടെയുള്ള സുഹൃത്താണ് ടിറ്റോ. ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ ടിറ്റോയ്ക്ക് ആകെ സംശയം. അവൻ എന്തിനാ നിന്റെ കൂടെ ചാണാക്കുഴിയിൽ വന്ന് കിടക്കുന്നത്? അവൻ നിന്നെ എന്തിനാണ് കൂട്ടുപിടിക്കുന്നത്? അവന് തന്നെ ഇതൊക്കെ ചെയ്താൽ പോരെ? ടിറ്റോയ്ക്ക് എന്നോട് അസൂയയാണ്. കാരണം ഞാൻ അവന്റെ ഏറ്റവും വലിയ കൂട്ടുകാരനാണെങ്കിലും ഞാൻ അമേരിക്കയിൽ പോയി രക്ഷപ്പെടുന്നത് അവൻ അത്ര പിടിക്കുന്നില്ലെന്ന് തോന്നുന്നു. എനിക്ക് ദേഷ്യം വന്നു. ഡാ, നീ ഡോക്ടർ വിഷ്ണുവിനെ കുറിച്ച് ഒന്നും അറിയാതെ ഇങ്ങനെയൊന്നും സംസാരിക്കരുത്. ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് പരിചയപ്പെട്ടവന് വേണ്ടി വർഷങ്ങളായി എന്റെ കൂടെയുള്ളവനെ ഞാൻ തള്ളിപ്പറഞ്ഞു. എന്തായാലും അവൻ സൂക്ഷിക്കണമെന്ന് പറഞ്ഞതല്ലേ, ഞാൻ മറ്റൊരാളുടെ സഹായം തേടാൻ തീരുമാനിച്ചു. ഞങ്ങളുടെ നാട്ടിൽ ഭാവിയൊക്കെ പ്രവചിക്കാൻ കഴിവുള്ള ഒരു ഡെയ്സി ചേച്ചി ഉണ്ടായിരുന്നു. പുള്ളിക്കാരിക്ക് ചില പ്രത്യേക കഴിവുകളുണ്ടെന്ന് നാട്ടിൽ പ്രശസ്തമായിരുന്നു. ഞാൻ വിഷ്ണുവിനെയും കൂട്ടി ഡെയ്സി ചേച്ചിയെ കാണാൻ പോയി. പുള്ളിക്കാരി എന്തോ ഭാഷയിൽ കുറച്ചു നേരം പ്രാർത്ഥിച്ചിട്ട് ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും കൂടി ഈ ലോകത്തെ മാറ്റിമറിക്കും. അതെനിക്ക് മനക്കണ്ണിൽ കാണാൻ കഴിയുന്നുണ്ട്. എനിക്ക് സന്തോഷം കൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയായി. എന്നാലും ഒരു സംശയവും ബാക്കി നിർത്തണ്ട. ഞാൻ ഞങ്ങളുടെ നാട്ടിലെ ഏറ്റവും പ്രശസ്തനായ ജോത്സ്യനെ കൂടി കാണാൻ തീരുമാനിച്ചു. അദ്ദേഹം കാര്യങ്ങളെല്ലാം കേട്ട ശേഷം കവടി നിർത്തി. വിഷ്ണുവിലൂടെയാണ് എനിക്ക് രാജയോഗം വരുന്നത് എന്ന് പറഞ്ഞു. കഷ്ടം തന്നെ നിന്റെ കാര്യം എന്റെ ടിറ്റോ തോമസ്, ഞാൻ എന്നോട് തന്നെ പറഞ്ഞു. എല്ലാം കഴിഞ്ഞ ആദ്യത്തെ വിസ എന്റെ നാട്ടുകാരനായ ബിനോയ് ചേട്ടന് കൊടുക്കാൻ തീരുമാനിച്ചു. ബിനോയിയുമായി ഞാൻ ചെന്നൈയിലെ വിഷ്ണു താമസിക്കുന്ന 5 സ്റ്റാർ ഹോട്ടലിലേക്ക് പോവുകയാണ്. വിഷ്ണുവിന് ആ ഹോട്ടലിൽ താമസിക്കാനുള്ള പണം പലിശക്കാരൻ കുട്ടപ്പന്റെ കയ്യിൽ നിന്ന് 20,000 രൂപ കടം വാങ്ങിയാണ് ഞാൻ കൊടുത്തത്. കാരണം ഇത്തരം കാര്യങ്ങൾക്കായി നമ്മൾ ഒരാളെയും കൊണ്ടുപോകുമ്പോൾ ചാണകം മെഴുകിയ വീട്ടിൽ വെച്ച് കണ്ടാൽ മതിപ്പ് തോന്നില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ ഹോട്ടലിൽ അദ്ദേഹത്തിന്റെ റൂമിലെത്തി. ഞങ്ങൾക്ക് അദ്ദേഹം ചിക്കൻ നൂഡിൽസ് ഓർഡർ ചെയ്തു. നിങ്ങൾ ഫുഡ് കഴിക്ക്. നിങ്ങൾ കഴിക്കുന്ന സമയം കൊണ്ട് ഞാൻ എംബസിയിൽ പോയി വരാം. പണം തന്നേക്ക്. ഓ, എത്ര നല്ല മനുഷ്യൻ. ഞാൻ സന്തോഷത്തോടെ നമ്പർ ലോക്ക് ഇട്ട് പൂട്ടിയ സ്യൂട്ട് കേസ് അദ്ദേഹത്തിന് കൈമാറി. വിഷ്ണു യാത്ര പറഞ്ഞിറങ്ങി. ഞങ്ങൾ സന്തോഷത്തോടെ ഭക്ഷണം കഴിച്ചു. ഏതായാലും ഓസിന് കിട്ടുന്നതല്ലേ. ബിനോയ് ഒരു നൂഡിൽസ് കൂടി ഓർഡർ ചെയ്തു. വിഷ്ണുവിന്റെ വിളിയും കാത്ത് ഞങ്ങൾ സ്വാദിഷ്ടമായ ഭക്ഷണവും കഴിച്ച് മുറിയിൽ കാത്തിരുന്നു. വരാനിരിക്കുന്ന നല്ല ജീവിതവും സ്വപ്നം കണ്ട്. ഡോക്ടർ വിഷ്ണുവിനെ കാണാനായത് എത്ര വലിയ ഭാഗ്യമാണെന്ന് ഞങ്ങൾ കരുതി. ഈ ആശയം എനിക്കെന്തേ നേരത്തെ തോന്നാഞ്ഞത്? 1 മണിക്കൂർ കഴിഞ്ഞിട്ടും വിഷ്ണു വരികയോ വിളിക്കുകയോ ചെയ്തില്ല. ബിനോയ്ക്ക് അല്പം ആശങ്ക തോന്നി തുടങ്ങി. ഒരു പേടിയും വേണ്ടെന്ന് പറഞ്ഞ് ഞാൻ അയാളെ ആശ്വസിപ്പിച്ചു. അയാൾ വന്നുകൊണ്ടിരിക്കുകയായിരിക്കും. ഞാൻ സെൽഫോണിൽ വിഷ്ണുവിനെ വിളിച്ചു. വിഷ്ണുവിന്റെ വിളിയും കാത്ത് ഞങ്ങൾ സ്വാദിഷ്ടമായ ഭക്ഷണവും കഴിച്ച് മുറിയിൽ കാത്തിരുന്നു. വരാനിരിക്കുന്ന നല്ല ജീവിതവും സ്വപ്നം കണ്ട്. ഡോക്ടർ വിഷ്ണുവിനെ കാണാനായത് എത്ര വലിയ ഭാഗ്യമാണെന്ന് ഞങ്ങൾ കരുതി. ഈ ആശയം എനിക്ക് എന്റെ നേരത്തെ തോന്നാഞ്ഞത്? 1 മണിക്കൂർ കഴിഞ്ഞിട്ടും വിഷ്ണു വരികയോ വിളിക്കുകയോ ചെയ്തില്ല. ബിനോയ്ക്ക് അല്പം ആശങ്ക തോന്നി തുടങ്ങി. ഒരു പേടിയും വേണ്ടെന്ന് പറഞ്ഞ് ഞാൻ അയാളെ ആശ്വസിപ്പിച്ചു. അയാൾ വന്നുകൊണ്ടിരിക്കുകയായിരിക്കും. ഞാൻ സെൽഫോണിൽ വിഷ്ണുവിനെ വിളിച്ചു. പക്ഷെ അയാൾ എൻ്റെ കോൾ എടുത്തില്ല. ആ കോള് മാത്രമല്ല, പിന്നീട് വിളിച്ച 10 കോളുകളും. മിനിറ്റുകൾ മണിക്കൂറുകളായതുപോലെ തോന്നി. ഡോക്ടർ വിഷ്ണുവിൻ്റെ ഒരു വിവരവുമില്ല. ഞാൻ പതിയെ എൻ്റെ അടുത്തിരിക്കുന്നവരുടെ മുഖത്തേക്ക് നോക്കി. ഓഡിറ്റോറിയത്തിൽ ഇരിക്കുന്ന ഓരോരുത്തരും അടുത്തത് എന്താണ് സംഭവിക്കുന്നത് എന്ന ആകാംക്ഷയിലാണ്. ഈ കഥ നേരത്തെ കേട്ടിട്ടുള്ളത് കൊണ്ട് ഞാൻ മാത്രം വളരെ കൂളായിരുന്നു. ഞാൻ ഫോണും എടുത്ത് ഹോട്ടലിന്റെ ലോബിയിലേക്ക് പോയി. വീണ്ടും വിളിച്ചു. പക്ഷേ ഫോൺ സ്വിച്ച് ഓഫ്. ഇവിടെ നിന്ന് മുങ്ങിയാലോ എന്ന് പോലും എനിക്ക് തോന്നി. പക്ഷേ മുങ്ങിയാൽ
ബിനോയ് എന്റെ നാട്ടുകാരനാണ്. നാട്ടിലറിയും. ആകെ നാണക്കേടാകും. പോലീസ് കേസാകും. വിസ തട്ടിപ്പിന് ഞാൻ അകത്താകും. കാരണം ഞാൻ പറ്റിച്ചെന്നായിരിക്കും ബിനോയ്ക്ക് തോന്നുക. ബിനോയുടെ കാല് പിടിക്കുന്നതാണ് നല്ലത്. ഞാൻ തിരിച്ചു റൂമിലേക്ക് ചെന്നു. ബിനോയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നിരിക്കുന്നു. ഞാൻ നാണക്കേട് കൊണ്ട് തല താഴ്ത്തി. എനിക്ക് നാട് വിടാൻ വരെ തോന്നി. പണം നഷ്ടപ്പെട്ടതിനേക്കാൾ കൂടുതലായി താൻ പറ്റിക്കപ്പെട്ടെന്ന് നാട്ടിലറിഞ്ഞാലുള്ള നാണക്കേട് ഓർത്ത് ബിനോയ് ആകെ അസ്വസ്ഥനായി. അതുകൊണ്ട് ഞാൻ അവൻ ആ പണം തിരിച്ചു കൊടുക്കണമെന്നും ഇത് മറ്റാരും അറിയരുതെന്നും അവൻ പറഞ്ഞു. എനിക്കത് അംഗീകരിക്കുകയല്ലാതെ മറ്റൊരു മാർഗമില്ലായിരുന്നു. കാരണം ഞാനാണല്ലോ അവനെ ഈ അവസ്ഥയിൽ എത്തിച്ചത്. ഞങ്ങൾ ഹോട്ടലിൽ നിന്നിറങ്ങി ലോഡ്ജിലേക്ക് നടന്നു. രാത്രിയിൽ ഞാൻ വീട്ടിലേക്ക് വിളിച്ചു. എന്റെ മാതാപിതാക്കൾ ആ സമയത്ത് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. കാരണം എന്റെ അമ്മ ഒരു കടുവ എന്നെ കൊല്ലാനായി ഓടിക്കുന്ന സ്വപ്നം കണ്ടു. എനിക്കെന്തോ അപകടം സംഭവിച്ചിട്ടുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. കടുത്ത അപമാനഭാരത്തോടെയാണ് ഞാൻ നാട്ടിലേക്ക് ചെന്നത്. പറ്റിക്കപ്പെട്ടതിൽ എനിക്ക് നാണക്കേട് തോന്നി. പറ്റിക്കപ്പെടാൻ നിന്നുകൊടുത്തതിൽ എനിക്ക് കുറ്റബോധം തോന്നി. കൂടെ പഠിച്ചവരെല്ലാം തന്നെ നല്ല ജോലിയുമായി കഴിയുന്നു. എന്റെ അവസ്ഥയാണെങ്കിൽ ഇങ്ങനെ. എനിക്ക് അവരോടൊക്കെയും അസൂയയും തോന്നി. അതെ, ഷെയിം, ഗിൽറ്റ്, എൻവി. സ്റ്റാൻഫോർഡിൽ നിന്നുള്ള ബിരുദം നേടി നിൽക്കുന്ന നിങ്ങളോട് ഞാൻ എന്തിനാണ് എല്ലാവരും വെറുക്കുന്ന ഈ വികാരങ്ങളെക്കുറിച്ച് പറയുന്നത് എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. അതിന് കാരണമുണ്ട്. അതെ, ഞാനും അത് തന്നെയാണ് ചിന്തിക്കുന്നത്. പക്ഷെ അർജുൻ വെറുതെ ഒന്നും പറയാറില്ല. മനുഷ്യരാശിയുടെ ചരിത്രത്തിൽ ഈ വികാരങ്ങൾ നൽകിയ സംഭാവന വളരെ വലുതാണ്. ഈ 3 വികാരങ്ങളാണ് മനുഷ്യരാശിയെ വളർത്തിയതും തളർത്തിയതും. സംസ്കാരങ്ങളെ വളർത്തിയതും തളർത്തിയതും. ബിസിനസ്സുകളെ വളർത്തിയതും തളർത്തിയതും. രാജ്യങ്ങളെ വളർത്തിയതും തളർത്തിയതും. ഈ വികാരങ്ങൾ ഒന്നുകിൽ നമ്മളെ മുച്ചൂടും നശിപ്പിക്കുന്ന കാളകൂട വിഷമായി മാറാം, അല്ലെങ്കിൽ നമുക്ക് ജീവൻ പകരുന്ന അമൃതാകാം. എങ്ങനെയാണ് ഇവ വിഷമായി മാറുന്നത്? നമ്മളെ വളരാൻ അനുവദിക്കാതെ ഇവ നമ്മെ തടയുകയാണെങ്കിൽ, നമ്മളുടെ ഗോളികളിലേക്ക് എത്താൻ തടസ്സമായി ഇവ നിൽക്കുന്നുണ്ടെങ്കിൽ ഇവ വിഷമായി മാറുന്നു. എന്നാൽ എപ്പോഴാണ് ഇവ അമൃതായി നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറുന്നത്? പുതിയ അവസരങ്ങൾ ഉപയോഗിച്ച് അടുത്ത തലത്തിലേക്ക് വളരാൻ ഈ വികാരങ്ങളെ ഉപയോഗിക്കുമ്പോൾ ഇവ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്മാനങ്ങളായി മാറുന്നു. ഈ 3 അടിസ്ഥാന വികാരങ്ങളെ എങ്ങനെ കാര്യക്ഷമമായി മാനേജ് ചെയ്യുന്നു എന്നതിലാണ് നമ്മുടെ വിജയം. പൊതുവെ എല്ലാവരും അങ്ങേയറ്റം നെഗറ്റീവായി കാണുന്ന ഈ വികാരങ്ങളെ എങ്ങനെ ജീവിത വിജയത്തിന് ഉപകാരപ്പെടുത്താം എന്നതിനെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്താണ് ഷെയിം അഥവാ നാണക്കേട്? സമൂഹത്തിന്റെ ഒരു ഘടനയും ശക്തമായ ഒരു സാംസ്കാരിക ചട്ടക്കൂടും കെട്ടിപ്പടുക്കുന്നതിന് ഈ വികാരം വഹിച്ച പങ്ക് ചെറുതല്ല. സമൂഹം അംഗീകരിക്കാത്ത എന്തെങ്കിലും ചെയ്യുന്നതിൽ നിന്ന് മാതാപിതാക്കൾ കുട്ടികളെ തടയുന്നത് അവരെ ഷെയിം ചെയ്യുന്നത് കൊണ്ടാണ്. സമൂഹത്തിന് സ്വീകാര്യമല്ലാത്ത രീതിയിൽ പെരുമാറുന്നതിൽ നിന്ന് നമ്മെ തടയുന്നത് ഈ നാണക്കേട് തന്നെ. സമൂഹത്തിലെ നിയമങ്ങൾ അനുസരിച്ചില്ലെങ്കിൽ നമുക്കതുണ്ടാക്കുന്നത് നാണക്കേടാണ്. അതിനുശേഷം അടുത്ത ഉപകരണമായി നാം കുറ്റബോധം ഉപയോഗിച്ചു. അതൊരു പുതിയ ആശയവും കുറച്ചുകൂടി സങ്കീർണമായ ഒരു വികാരവുമായിരുന്നു. ഇവിടെ ആളുകൾക്ക് നാണക്കേട് മാത്രമല്ല, കുറ്റബോധവും തോന്നാൻ തുടങ്ങി. ഇതൊരു 2 നില കെട്ടിടം പോലെയായി. നാണക്കേട് എന്നതിന് മുകളിൽ കുറ്റബോധത്തിന്റെ ഒരു നില കൂടി പണിതു. പതിയെ മനുഷ്യർ പരസ്പരം താരതമ്യം ചെയ്യാൻ തുടങ്ങി. ആർക്കാണ് കൂടുതൽ സൗന്ദര്യമുള്ളത്? ആർക്കാണ് നല്ല സൗകര്യങ്ങൾ ഉള്ളത്? അങ്ങനെ അങ്ങനെ. ഈ താരതമ്യത്തിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, താരതമ്യം ചെയ്യുന്തോറും നമുക്ക് അപര്യാപ്തത തോന്നാൻ തുടങ്ങും. അതായത് നമുക്ക് മറ്റുള്ളവരുടെ അത്ര ഇല്ല എന്ന തോന്നൽ. അങ്ങനെ ഇല്ലായ്മയുടെ തോന്നൽ ഉണ്ടാകുമ്പോൾ നമ്മുടെ മനസ്സിൽ മറ്റൊരു വികാരം രൂപപ്പെടുന്നു, അസൂയ. നമ്മൾ നാണക്കേടും കുറ്റബോധവും കൊണ്ട് കെട്ടിയുണ്ടാക്കിയ ഇരുനില കെട്ടിടത്തിന് മുകളിലേക്ക് അസൂയ എന്ന പുതിയൊരു നില കൂടി കൂട്ടിച്ചേർക്കുന്നു. നമ്മുടെ ഒപ്പമുള്ള ഒരാൾക്ക് വളർച്ച ഉണ്ടാകുന്നു എന്ന് തോന്നിയാൽ നമുക്ക് അസൂയയുണ്ടാകുന്നു. നമ്മൾ വളർന്നില്ല എന്ന അപര്യാപ്തതയിൽ നിന്നാണ് ഈ അസൂയ ഉണ്ടാകുന്നത്. ഇപ്പോൾ നമുക്ക് അസൂയ തോന്നുമ്പോൾ അസൂയ തോന്നിയതിനെ ഓർത്ത് നമുക്ക് നാണക്കേടും തോന്നുന്നു. നാണക്കേട് തോന്നിയതിനെ ഓർത്ത് കുറ്റബോധവും തോന്നുന്നു. പല സംസ്കാരങ്ങളും മതങ്ങളും തത്വശാസ്ത്രങ്ങളും പടുത്തുയർത്തിയിരിക്കുന്നത് ഈ 3 പില്ലറുകളിലാണ്. അതെ, മനുഷ്യരാശിയെ രൂപപ്പെടുത്തിയത് ഈ 3 വികാരങ്ങളാണ്. ലോകത്തിൽ ആരൊക്കെ വൻ വളർച്ച നേടിയിട്ടുണ്ടോ അവരൊക്കെ ഈ 3 വികാരങ്ങളെ കാര്യക്ഷമമായി മാനേജ് ചെയ്തവരാണ്. എന്റെ ജീവിതത്തിലേക്ക് വരാം. ഞാൻ ബിസിനസ് തുടങ്ങുന്നത് 19ാമത്തെ വയസ്സിലാണ്. 24ാമത്തെ വയസ്സിൽ എനിക്ക് 30 ലക്ഷം രൂപ കടമുണ്ടായി. ആ അവസ്ഥയിൽ എനിക്ക് തോന്നിയത് നാണക്കേടും കുറ്റബോധവുമാണ്. എല്ലാവരും ബിസിനസ്സിൽ വിജയിക്കുന്നു, എന്നാൽ ഞാൻ മാത്രം പരാജയമായി.
ഞാൻ എൻ്റെ മാതാപിതാക്കളുടെ പണം നശിപ്പിച്ചു. എല്ലാവരുടെയും മുന്നിൽ ഞാൻ മോശക്കാരനായല്ലോ. ഇതായിരുന്നു എനിക്ക് അപ്പോഴുണ്ടായ നാണക്കേട്. ബിസിനസ് തുടങ്ങുന്നതിന് പകരം എവിടെയെങ്കിലും ജോലി ചെയ്താൽ മതിയായിരുന്നു എന്ന കുറ്റബോധം എനിക്ക് തോന്നാൻ തുടങ്ങി. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് മറ്റുള്ളവരോട് അസൂയ തോന്നി തുടങ്ങി. മറ്റുള്ളവർക്കൊക്കെ ഉയർച്ചയുണ്ടാകുന്നു, എന്നാൽ എനിക്ക് കിട്ടിയത് ഇത്രയും വലിയ കടം. എന്നാൽ എൻ്റെ ജീവിതത്തിൽ വളർച്ച ഉണ്ടാകാൻ തുടങ്ങുന്നത് ഈ മൂന്ന് വികാരങ്ങളെയും ഞാൻ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ പഠിച്ചപ്പോഴാണ്. കാണികളുടെ കരഘോഷം അന്തരീക്ഷത്തിൽ മുഴങ്ങി. എത്ര മനോഹരമായാണ് അർജുൻ ഈ ആശയം അവതരിപ്പിച്ചത്! എങ്ങനെയാണ് നാണക്കേടിനെ ഒരു അനുഗ്രഹമായി മാറ്റാൻ സാധിക്കുന്നത്? എങ്ങനെയാണ് അസൂയയെ ഒരു അനുഗ്രഹമാക്കി മാറ്റാൻ സാധിക്കുന്നത്? അത് മനസ്സിലാക്കാൻ ഞാനൊരു കഥ പറയാം. ഹിമാലയത്തിനടുത്തുള്ള കൈലാസത്തിൽ പ്രശസ്തനായ ഒരു ഗുരു ജീവിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ഉൾക്കാഴ്ചയും ജ്ഞാനവും എല്ലാം വളരെ പ്രശസ്തനായിരുന്നു. അദ്ദേഹം വിദൂരമായ ഒരു സ്ഥലത്ത് ഒറ്റയ്ക്കാണ് ജീവിച്ചിരുന്നതെങ്കിലും അനുയായികൾ അദ്ദേഹത്തെ കാണാൻ എന്നും എത്താറുണ്ടായിരുന്നു. ഒരു ദിവസം ഒരു കറുത്ത പൂച്ച ഗുരുവിന്റെ ആശ്രമത്തിലെത്തി. തനിക്ക് പൂച്ചകളെ ഇഷ്ടമല്ലെന്ന് ഗുരു അതിനോട് പറഞ്ഞെങ്കിലും പൂച്ച പോകാൻ തയ്യാറായില്ല. ഞാൻ പുഞ്ചിരിച്ചുകൊണ്ട് അർജുന്റെ ഈ പുതിയ കഥ കേട്ടു. എല്ലാ ദിവസവും ഗുരു തന്റെ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് പൂച്ചയെ ഓടിക്കുന്നത് വരെ പൂച്ച അതിന്റെ മുഴുവൻ ശക്തിയും ഉപയോഗിച്ച് കരഞ്ഞുകൊണ്ടിരിക്കും. ഒരു വിധത്തിൽ പൂച്ചയെ ഓടിച്ചു വിട്ട് അദ്ദേഹം തന്റെ പാഠങ്ങൾ തുടങ്ങുമ്പോഴേക്കും പൂച്ച തിരിച്ചു വന്ന് കരയാൻ തുടങ്ങും. ഒടുവിൽ ഗുരു ഒരു നീളമുള്ള കയറെടുത്ത് ആശ്രമത്തിന്റെ മുന്നിലെ ഒരു മരത്തിൽ പൂച്ചയെ കെട്ടിയിട്ടു. ആ വിദ്യ ഏറ്റു. പിന്നീട് ഒരിക്കലും അത് ഗുരുവിന്റെ ക്ലാസ് തടസ്സപ്പെടുത്തിയില്ല. പക്ഷെ അധികം വൈകാതെ പൂച്ച മറ്റൊരു തന്ത്രം പ്രയോഗിച്ചു. ഗുരു ക്ലാസ് തുടങ്ങുന്ന സമയം വരെ എവിടെയെങ്കിലും പോയി ഒളിച്ചിരിക്കും. എന്നിട്ട് അദ്ദേഹം ക്ലാസ് തുടങ്ങുമ്പോൾ പഴയ കാര്യങ്ങൾ ആവർത്തിക്കും. പക്ഷെ ഗുരു മറ്റൊരു ഉപായം കണ്ടെത്തി. അദ്ദേഹം മത്സ്യവും പാലും തയ്യാറാക്കി പൂച്ചയെ പ്രലോഭിപ്പിച്ച് ഒളിച്ചിരിക്കുന്ന പൂച്ചയെ കൊണ്ടുവരാൻ ശ്രമിച്ചു. അതേറ്റു. ഒടുവിൽ എല്ലാ ദിവസവും അദ്ദേഹം പൂച്ചയ്ക്ക് ഭക്ഷണം ഒരുക്കുകയും അതിനെ പിടിക്കാൻ ആശ്രമത്തിന് ചുറ്റും ഓടുകയും അവസാനം അതിലെ മരത്തിൽ കെട്ടിയിടുകയും ചെയ്യുന്നത് പതിവായി. എങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് സമാധാനമായി പഠിപ്പിക്കാനും ധ്യാനിക്കാനും കഴിയുമായിരുന്നുള്ളൂ. അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ ഗുരുവിന്റെ ഈ രീതിയിൽ ആകൃഷ്ടരായിരുന്നു. അദ്ദേഹമാകട്ടെ തന്റെ ബുദ്ധിയിൽ അഭിമാനം കൊണ്ടു. കാലങ്ങൾ ഒരുപാട് കഴിഞ്ഞു. ഗുരുവിന് വയസ്സായി. അദ്ദേഹം മരിച്ചു. അപ്പോൾ അദ്ദേഹത്തിന്റെ വിശ്വസ്തരായ ശിഷ്യന്മാർ ആ അസ്വസ്ഥനായ കരയുന്ന പൂച്ചയെ സ്വീകരിച്ചു. അവർ തങ്ങളുടെ ഗുരുവിന്റെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്നതിനായി പൂച്ചയ്ക്കായി ഒരു മനോഹരമായ ക്ഷേത്രം പണിതു. തടവിലാക്കപ്പെട്ട പൂച്ചയോട് അവർക്ക് സഹതാപം തോന്നിയിട്ട് 2 പൂച്ചകളെ കൂടി വാങ്ങി വിശുദ്ധ പൂച്ചയ്ക്ക് കൂട്ടിനു കൊടുത്തു. എന്റെ ചുറ്റുമിരിക്കുന്നവരോടൊപ്പം ഞാനും ചിരിച്ചു. വിശുദ്ധ പൂച്ച! അർജുൻ കാണികളുടെ ചിരി അടങ്ങാനായി കാത്തു നിന്നിട്ട് തുടർന്നു. പൂച്ചകൾക്കുള്ള ഭക്ഷണം തയ്യാറാക്കാനായി അവർ രാജ്യത്തെ ഏറ്റവും മികച്ച പാചകക്കാരനെ ജോലിക്കെടുത്തു. ഭക്ഷണം കൊടുത്ത ശേഷം ഗുരു ചെയ്തിരുന്നത് പോലെ അവർ പൂച്ചകളെ മരത്തിൽ കെട്ടും. പൂച്ചയ്ക്ക് നല്ല പാൽ കൊടുക്കാനായി അവർ ഒരു പശുവിനെയും വാങ്ങി. പൂച്ചകളെ പുറത്തിറക്കി അവർക്ക് ഭക്ഷണം കൊടുത്ത് അവയെ മരത്തിൽ കെട്ടാതെ ഒരു പ്രസംഗവും തുടങ്ങില്ല. അവയെ മരത്തിൽ കെട്ടിക്കഴിഞ്ഞാൽ ശിഷ്യന്മാർ അവയ്ക്ക് പൂജ നടത്തും. ഒരു ദിവസം കുറഞ്ഞത് 3 തവണയെങ്കിലും പൂച്ചകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ശിഷ്യന്മാർ ആശ്രമത്തിന് ചുറ്റും ഓടും. ഈ ശീലങ്ങൾ ഗുരുവിന്റെ ദിനചര്യയുടെ അനിവാര്യ ഘടകമാണെന്ന് അവർ വിശ്വസിച്ചു. പൂജയിൽ പങ്കെടുത്ത എല്ലാവരെയും ഇത് പറഞ്ഞു ബോധ്യപ്പെടുത്തി. ആശ്രമത്തിന് ചുറ്റും ഇത്തരത്തിൽ പലതവണ ഓടിയാൽ തങ്ങൾ ജീവിതത്തിൽ ചെയ്ത അപരാധങ്ങൾ പൊറുക്കപ്പെടുമെന്ന് അവർ വിശ്വസിച്ചു. ദിവസം പലതവണ ആശ്രമത്തിന് ചുറ്റുമുള്ള ഈ ഓട്ടം പതിവായതോടെ ശിഷ്യന്മാർ എല്ലാം ക്ഷീണിതരായി. അവർ തങ്ങളുടെ ഗുരു ജീവിച്ചിരുന്നപ്പോൾ ചെയ്തിരുന്നത് പോലെ കുറച്ചു നേരം മയങ്ങാൻ തുടങ്ങി. ഗുരു ഇതെല്ലാം ചെയ്തിരുന്നത് സമാധാനമായി ധ്യാനം നടത്താനായിരുന്നുവെന്ന് അവർ മനസ്സിലാക്കിയില്ല. ഒരു വലിയ ചിരി സദസ്സിൽ മുഴങ്ങി. എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട അധ്യാപകൻ പറയുന്നത് മറ്റുള്ളവർ ആസ്വദിക്കുന്നതെന്ന് കേട്ടപ്പോൾ എന്റെ സന്തോഷം എനിക്ക് അടക്കാനായില്ല. അർജുന്റെ ശബ്ദം അല്പം മാറി. കഥ കൂടുതൽ ആഴത്തിൽ പോകാനാണെന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഞാൻ എത്രയോ ദിവസങ്ങൾ അദ്ദേഹത്തിനൊപ്പം ചിലവഴിച്ചതാണ്. കാലക്രമേണ ഈ ശിഷ്യന്മാർ തമ്മിൽ വഴക്കായി. ഗുരുവിന്റെ ആചാരങ്ങൾ അനുസരിക്കാത്ത അവിശ്വാസികളെ കൊല്ലുന്ന അവസ്ഥയിലെത്തി. എന്നാൽ ഈ അവിശ്വാസികൾ പറയാൻ ശ്രമിച്ചത് മറ്റൊന്നുമായിരുന്നില്ല. ഗുരുവിന്റെ ഉപദേശങ്ങൾ സ്നേഹവും സമാധാനവും ധ്യാനവുമായിരുന്നു. മികച്ച മനുഷ്യരായി മാറാൻ നമ്മുടെ ചിന്തകളിൽ അത് പ്രതിഫലിക്കണമെന്ന് പറയാൻ അവർ ശ്രമിച്ചു. എന്നാൽ പൂച്ച ശിഷ്യന്മാർ അത് കേൾക്കാൻ തയ്യാറായില്ല. ഞങ്ങളുടെ ഗുരു ചെയ്യുന്നത് ഞങ്ങൾ ഞങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ടതാണ്, അവർ പറഞ്ഞു. അദ്ദേഹം എഴുതിയതും പറഞ്ഞതും ഒന്നും ഞങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. അദ്ദേഹം പൂച്ചയുടെ പിന്നാലെ ഓടുന്നത് ഞങ്ങൾ കണ്ടതാണ്. അദ്ദേഹത്തിന്റെ ആദരത്തിനായി ഞങ്ങൾ അതെല്ലാം ചെയ്യും.
പൂച്ചയുടെ പിന്നാലെ ഓടുക, അതിന് ഭക്ഷണം കൊടുക്കുക, എന്നിട്ട് അവിടെ പോയി ഇരിക്കുക, ദിവാസ്വപ്നം കാണുക, അതിനുശേഷം കിടക്കുക. കാണികൾക്ക് കഥയുടെ സന്ദേശം ഉൾക്കൊള്ളാനായി അർജുൻ ഒന്ന് നിർത്തിയിട്ട് വളരെ ശാന്തമായ സ്വരത്തിൽ തുടർന്നു. എന്റെ സുഹൃത്തുക്കളെ, ഇന്ന് കൂടുതൽ പേരും നമ്മുടെ സംസ്കാരത്തെ നോക്കിക്കാണുന്നത് ഭയത്തിന്റെ പരിമിതമായ വീക്ഷണത്തിലൂടെയാണ്. അപരിചിതവും അറിയാത്തതുമായ കാര്യങ്ങളോടുള്ള ഭയം. ഒരിക്കൽ നമ്മൾ ഭയചകിതരായാൽ നമുക്ക് വ്യക്തമായ ചിത്രം നഷ്ടപ്പെടുകയും നമ്മൾ അന്ധവിശ്വാസികളാവുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് നമ്മെ വളർച്ചയിലേക്ക് നയിക്കുന്ന വളരെ പ്രാധാന്യമുള്ള കാര്യങ്ങളായിരിക്കില്ല. പൊള്ളയായ കാര്യങ്ങളിൽ മാത്രമായിരിക്കും നമ്മുടെ ശ്രദ്ധ. ആവേശപൂർവ്വമുള്ള കയ്യടിക്ക് ശേഷം അർജുൻ തുടർന്നു. നിങ്ങളുടെ ബിരുദദാന ചടങ്ങിൽ നിങ്ങളോടൊപ്പമായിരിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് അഭിമാനം തോന്നുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റികളിൽ ഒന്നിൽ നിന്ന് നിങ്ങൾ ബിരുദം നേടിയിരിക്കുകയാണ്. ഇന്ന് നിങ്ങളോട് ഞാൻ എന്തിനാണ് ഈ കഥ പറഞ്ഞതെന്ന് നിങ്ങൾ ആശ്ചര്യപ്പെടുന്നുണ്ടാകും. നിങ്ങൾ മനുഷ്യ ചരിത്രത്തിന്റെ ഏറ്റവും തിളക്കമാർന്ന ഒരു യുഗത്തിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. സ്വയം ഓടുന്ന കാറുകൾ യാഥാർത്ഥ്യമായി കഴിഞ്ഞിരിക്കുന്നു. ഡെലിവറി ഡ്രോണുകൾ അനുമതിക്കായി കാത്തു നിൽക്കുന്നു. റിച്ചാർഡ് ബ്രാൻസണും ജെഫ് ബേസോസും ബഹിരാകാശത്തേക്ക് കൊമേഴ്സ്യൽ യാത്ര നടത്തി കഴിഞ്ഞിരിക്കുന്നു. ഇത് ജീവിക്കാൻ ഏറ്റവും ആവേശകരമായ സമയമാണ്. കാണികളുടെ ആർപ്പ് വിളികൾ. പക്ഷെ ഇപ്പോഴും ഒരുപാട് ആളുകൾ പൂച്ചയ്ക്ക് പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ മരത്തിൽ കെട്ടുകയാണ്. അതിനുശേഷം കിടന്നുറങ്ങുകയാണ്. പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം മറന്ന് അർത്ഥമറിയാത്ത പൊള്ളയായ കാര്യങ്ങൾ മാത്രം ചെയ്തുകൊണ്ട്. എന്തുകൊണ്ടാണ് നമുക്ക് നാണക്കേടും കുറ്റബോധവും അസൂയയും തോന്നുന്നതെന്നു പോലും നമ്മൾ പലപ്പോഴും അറിയാറില്ല. അതിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്താതെ നാം ദേഷ്യപ്പെടുകയാണ്. പൂച്ചയെ കെട്ടിയിടുന്ന ശിഷ്യന്മാരെ പോലെ ആകാതെ നമ്മൾ മനസ്സിന്റെ ആഴത്തിലുള്ള വികാരങ്ങളെ കണ്ടെത്തി അതിൽ നിന്ന് അർത്ഥം മനസ്സിലാക്കി അടുത്ത തലത്തിലേക്ക് പോകണം. അവിടെയാണ് നമ്മുടെ വലിയ അവസരം ഒളിഞ്ഞു കിടക്കുന്നത്. ആ അവസരം കണ്ടെത്തി അത് ഉപയോഗിക്കാൻ പറ്റണമെങ്കിൽ ആ 3 വികാരങ്ങളെ അമൃതാക്കി മാറ്റാൻ പറ്റുന്ന 7 പ്രധാന തത്വങ്ങളെക്കുറിച്ച് അറിയണം. എല്ലാ സംസ്കാരങ്ങളും ആഴത്തിൽ പഠിപ്പിക്കുന്ന 7 തത്വങ്ങൾ. സിവിലൈസേഷന്റെ പുതിയ പ്രഭാവത്തെ നിർവചിക്കാൻ പോകുന്ന 7 തത്വങ്ങൾ ഇവയാണ്: വിശ്വാസം, ആനന്ദം, ക്ഷമ, കൃതജ്ഞത, അച്ചടക്കം, സ്നേഹം, കനിവ്. ആദ്യത്തേത് ഫെയ്ത്ത് അഥവാ അടിയുറച്ച വിശ്വാസം. നമ്മൾ കാണാത്തത് വിശ്വസിക്കുന്നതാണ് വിശ്വാസം. ഇല്ലാത്തത് ഭാവനയിൽ കണ്ട് സൃഷ്ടിക്കുന്നവനാണ് സംരംഭകൻ. ഒരു സംരംഭകന് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഗുണവും ഇതുതന്നെ. എല്ലാം തുടങ്ങുന്നത് വിശ്വാസത്തിലാണ്. പ്രായോഗികമായ വിശ്വാസമാണ് ഒരു വിജയിയായ സംരംഭകന് വേണ്ട ഏറ്റവും വലിയ ഗുണം. ആരും കാണാത്ത അവസരങ്ങൾ എല്ലാവർക്കും മുന്നേ കാണാനും അത് മറ്റുള്ളവർക്ക് വേണ്ടി സൃഷ്ടിക്കാനുമുള്ള കഴിവ്. രണ്ടാമത്തെ തത്വം ആനന്ദമാണ്. നിങ്ങളുടെ ആന്തരികമായ സന്തോഷമാണ് ആനന്ദം. അത് ആഹ്ലാദമല്ല. ഇത് നിങ്ങളുടെ ഉള്ളിലുള്ള നൃത്തമാണ്. എല്ലാ മനുഷ്യരും ഈ ലോകത്തിലേക്ക് വരുന്നത് ഈ ആനന്ദവുമായിട്ടാണ്. ഒരു കുഞ്ഞിനെ കളിപ്പിക്കുമ്പോൾ അവളുടെ ഉള്ളിലുള്ള ആനന്ദം നിങ്ങൾക്ക് കാണാൻ കഴിയും. നിങ്ങളുടെ ബിസിനസ് അല്ലെങ്കിൽ കരിയർ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് വളർത്തിയിട്ട് ഇഷ്ടം പോലെ പണമുണ്ടാക്കിയിട്ട് സന്തോഷിക്കാമെന്ന് വിചാരിച്ചാൽ ഒരിക്കലും സന്തോഷം കിട്ടണമെന്നില്ല. കാരണം നിങ്ങൾ സന്തോഷവാന്മാരാകാൻ പഠിച്ചിട്ടില്ല. പകരം പണമുണ്ടാക്കാൻ മാത്രമാണ് പഠിച്ചത്. രണ്ടാമത്തേത്, സന്തോഷമുള്ള ആളുകൾ സന്തോഷമില്ലാത്ത ആളുകളെക്കാൾ ഇരട്ടി വേഗതയിൽ സമ്പന്നരാകാറുണ്ട്. ഇപ്പോൾ സന്തോഷമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ലക്ഷ്യത്തിലെത്തുമ്പോഴും സന്തോഷമുണ്ടാകും. മാത്രമല്ല, നിങ്ങൾ അതിവേഗമായ ലക്ഷ്യത്തിലെത്തുകയും ചെയ്യും. അതുമാത്രമല്ല, സന്തോഷമുള്ളവരുടെ കൂടെ ജോലി ചെയ്യാൻ എല്ലാവർക്കും താല്പര്യമുണ്ടാകും. നിങ്ങളുടെ കൂടെയുള്ള ഓരോ നിമിഷവും ടീമിന്, ബിസിനസ് പങ്കാളികൾക്ക്, ജീവിത പങ്കാളികൾക്ക്, കുടുംബങ്ങൾക്ക്, സുഹൃത്തുക്കൾക്ക് ഒക്കെ സന്തോഷകരമായിരിക്കും. മനസ്സ് ശുദ്ധമാകുമ്പോൾ ആനന്ദം ഒരിക്കലും നിങ്ങളെ വിട്ടുപോകാത്ത നിഴൽ പോലെ പിന്തുടരുന്നു. ശ്രീബുദ്ധന്റെ ഈ വാക്കുകൾ ഏറെ പ്രസക്തമാണ്. വളരെ പ്രധാനപ്പെട്ട അടുത്ത തത്വം ക്ഷമയാണ്. ക്ഷമ നിങ്ങളുടെ മനസ്സിനെയും അതിന്റെ പരിമിതികളെയും സ്വതന്ത്രമാക്കുന്നു. ക്ഷമിക്കുന്നുവെങ്കിൽ നിങ്ങളും ക്ഷമിക്കപ്പെടും. എത്രത്തോളം നിങ്ങൾക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കുകയും അവരെ ആത്മാർത്ഥമായി പ്രശംസിക്കുകയും ചെയ്യുന്നുവോ അത്രത്തോളം നിങ്ങൾ നിങ്ങളോട് തന്നെ ക്ഷമിക്കാനും സ്വയം പ്രശംസിക്കാനും സാധിക്കും. നമ്മുടെ ബോധത്തെ നിശ്ചലമാക്കാൻ സാധിക്കുന്ന ഏറ്റവും വലിയ നെഗറ്റീവ് ശക്തിയാണ് ക്ഷമയില്ലായ്മ. ജീവിതത്തിലും ബിസിനസ്സിലും വിജയിക്കാതിരിക്കുന്നതിനൊരു പ്രധാന കാരണം ക്ഷമയില്ലാത്തത് കൊണ്ടാണ്.
ബിസിനസ്സിൽ വലിയ വളർച്ച ഉണ്ടാകണമെങ്കിൽ നിങ്ങളോട് തെറ്റ് ചെയ്തിട്ടുള്ളവരോട് ക്ഷമിക്കാൻ കഴിയണം. കാരണം നിങ്ങളോട് തെറ്റ് ചെയ്തവർ നിങ്ങളെ ഒരു മുറിയിൽ പൂട്ടിയിട്ട് പോയിരിക്കുന്നു. അയാളോട് ക്ഷമിക്കുന്നതിലൂടെ ആ മുറി വിട്ട് നിങ്ങൾക്ക് പുറത്തു പോകാൻ കഴിയും. എന്നാൽ ക്ഷമിക്കാതിരുന്നാൽ നമ്മൾ അയാളുടെ അടിമയായി ആ മുറിയിൽ തന്നെ കഴിയുകയാണ്. നിങ്ങളെ തളർത്തുന്ന വികാരങ്ങളാകുന്ന ആ മുറിയിൽ നിന്ന് പുറത്തിറങ്ങിയാൽ മാത്രമേ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയൂ. അതുകൊണ്ട് നിങ്ങളോട് തെറ്റ് ചെയ്തവരോട് ക്ഷമിക്കുക. നാലാമത്തെ തത്വം കൃതജ്ഞതയാണ്. നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാനുള്ള കഴിവുണ്ട് കൃതജ്ഞതയ്ക്ക്. വിജയിക്കുന്നതിന് മുൻപേ നന്ദിയുള്ളവരായിരിക്കണം. എങ്കിൽ നമ്മുടെ വിജയം വളരെ വേഗത്തിലാകും. ആ നന്ദി നിങ്ങളുടെ ഓരോ അനുഭവത്തിലേക്കും കൊണ്ടുവരണം. കുടുംബത്തോട്, ടീമിനോട്, ഉപഭോക്താക്കളോട്, കമ്മ്യൂണിറ്റിയോട്, ലോകത്തോട്, ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കുക. അടുത്ത തത്വം അച്ചടക്കമാണ്. എല്ലാറ്റിനെയും ഒരുമിച്ച് നെയ്ത് ചേർക്കുന്ന നൂറാണ് അച്ചടക്കം. തലച്ചോറും ഹൃദയവും തമ്മിൽ സമന്വയിപ്പിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കുന്നു. നിങ്ങളുടെ വിഷനും മിഷനും ബിസിനസിന്റെ വിഷനും മിഷനും ഒരേ ദിശയിലാകുമ്പോഴാണ് വലിയ വളർച്ചയുണ്ടാകുന്നത്. നിങ്ങളുടെ ബിസിനസ്സും നിങ്ങളുടെ മിഷനും ഒരേ ദിശയിലായിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് അച്ചടക്കമുണ്ടാകും. ആ അച്ചടക്കം നിങ്ങൾക്ക് അലൈൻമെന്റ് തരും. ആ അലൈൻമെന്റ് നിങ്ങൾക്ക് ക്ലാരിറ്റി അഥവാ വ്യക്തത തരും. ആ വ്യക്തതയിൽ എടുക്കുന്ന ആക്ഷൻ ആയിരിക്കും നിങ്ങളെ വൻ വളർച്ചയിലേക്ക് കൊണ്ടുപോകുന്നത്. ആറാമത്തെ തത്വം മനുഷ്യാത്മാവിന്റെ ആത്യന്തികമായ ആവിഷ്കാരമാണ്, അതായത് സ്നേഹം. കവിയായ ഖലീൽ ജിബ്രാൻ പറഞ്ഞിട്ടുണ്ട്, സ്നേഹമില്ലാത്ത ജീവിതം പൂക്കളോ പഴങ്ങളോ ഇല്ലാത്ത മരം പോലെയാണ്. പ്രവാചകനായ മുഹമ്മദ് പറഞ്ഞിട്ടുണ്ട്, പരസ്പരം സ്നേഹിക്കാതെ നിങ്ങളുടെ വിശ്വാസം പൂർത്തിയാവുകയില്ല. ഗൗതമ ബുദ്ധൻ പറഞ്ഞിട്ടുണ്ട്, ഒരാളുടെ ഉള്ളിലുള്ള ആത്മാവിൽ നിന്ന് മറ്റൊരാളിലേക്കുള്ള സമ്മാനമാണ് സ്നേഹം. അങ്ങനെ രണ്ടും ഒന്നാകുന്നു. ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്നു, എല്ലാറ്റിനും പേരിടാൻ കഴിയുമെങ്കിൽ സ്നേഹമായിരിക്കും ഏറ്റവും മുകളിൽ. 20 നൂറ്റാണ്ടുകൾക്ക് മുൻപ് യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നു, നിന്നെപ്പോലെ നീ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. ഇതിനേക്കാൾ വലുതായി ഒരു കൽപ്പനയില്ല. ദൈവമാണ് സ്നേഹമെന്നും അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. ബിസിനസ്സിൽ സ്നേഹത്തിന് എന്ത് പ്രസക്തി എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും. നിങ്ങളുടെ കരിയറോ ബിസിനസ്സോ അടുത്ത തലത്തിലേക്ക് വളർത്തണമെങ്കിൽ നിങ്ങൾ ഉപഭോക്താവുമായി അഗാധമായ തലത്തിൽ പ്രണയത്തിലായിരിക്കണം. അതിന് നാം അവരെ അഗാധമായ തലത്തിൽ മനസ്സിലാക്കണം. അതിന് നമുക്ക് സഹാനുഭൂതിയും അനുകമ്പയും വേണം. ബിസിനസ്സിൽ എങ്ങനെയെങ്കിലും ലാഭം നേടണമെന്ന് ചിന്തിക്കുന്ന കാലഘട്ടം അവസാനിച്ചു. ഇനി നിങ്ങൾക്ക് വളരണമെങ്കിൽ നിങ്ങൾ സത്യസന്ധമായി നിങ്ങളുടെ കസ്റ്റമറെ സ്നേഹിക്കണം, ടീമിനെ സ്നേഹിക്കണം, നിങ്ങളുടെ ബിസിനസ്സുമായി ബന്ധപ്പെടുന്ന എല്ലാവരെയും സ്നേഹിക്കണം. ഒപ്പം നിങ്ങളുടെ കുടുംബത്തെയും സ്നേഹിക്കണം. എല്ലാവർക്കും സത്യസന്ധമായ കരുതൽ നൽകണം. ഒപ്പം സ്വയം സ്നേഹിക്കുകയും വേണം. അവസാനത്തെ തത്വം കനിവാണ്. സ്നേഹത്തിന്റെ മറ്റൊരാവിഷ്കാരമാണിത്. നിങ്ങളുടെ ക്ലയൻസിനോട്, ടീമിനോട്, ബിസിനസ് പങ്കാളികളോട് ദയ കാണിക്കുക. ആത്യന്തികമായി നിങ്ങൾ ഇടപെടുന്നത് മനുഷ്യരോടാണ് എന്ന ചിന്തയുണ്ടാവുക. നിങ്ങളുടെ ടീം തെറ്റുവരുത്തിയാൽ സ്നേഹത്തോടെ അവരെ തിരുത്തുക. അവർക്ക് കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുക. വളരാനുള്ള മികച്ച അവസരങ്ങൾ കൊടുക്കുക. അവരെക്കുറിച്ച് വലിയ സ്വപ്നങ്ങൾ കാണുക. അവരെ അവരെക്കാൾ വലുതായി കാണുക. അവർക്ക് ഏറ്റവും നല്ല അനുഭവങ്ങൾ നൽകുക. ഏറ്റവും വലിയ മൂല്യം കൊടുക്കുക. ഒരു വാല്യൂ ജനറേഷൻ മെഷീനായി മാറുമ്പോഴാണ് നമ്മുടെ ബിസിനസ് ജാമിതീയമായി വളരുന്നത്. ബിസിനസ് പെട്ടെന്ന് വളർത്താൻ പറ്റുന്ന 7 തത്വങ്ങളാണിവ. ഇതേ തത്വങ്ങളാണ് ബിസിനസ്സുകളെ, കമ്മ്യൂണിറ്റിയെ, സംസ്കാരങ്ങളെ, രാജ്യങ്ങളെ വളർത്തിയിട്ടുള്ളത്. ഏത് രാജ്യം ഈ 7 തത്വങ്ങളെ പിന്തുടരുന്നോ ആ രാജ്യമാണ് ലോകത്തെ നിയന്ത്രിക്കുന്നത്. ആ രാജ്യമാണ് ഏറ്റവും വലിയ തോതിൽ വളരുന്നത്. ബിസിനസ്സിലും ഇങ്ങനെ തന്നെ. ഞാൻ ഇന്ത്യയിലായിരുന്ന കാലത്തുണ്ടായ ഒരു സംഭവം പറയാം. എഞ്ചിനീയറിംഗ് അവസാന വർഷമായിരുന്നു ഞാനപ്പോൾ. ഒരു ദിവസം രാവിലെ കോളേജിൽ പോകാൻ ഞാൻ ഒരുങ്ങുകയാണ്. പക്ഷെ എൻ്റെ കയ്യിൽ ചില്ലി കാശില്ല. എന്ന് വെച്ചാൽ ബസ്സിന് ടിക്കറ്റ് എടുക്കാനുള്ള പൈസ പോലുമില്ല. എന്നെ സഹായിക്കാൻ ഈ ലോകത്ത് ആരുമില്ലായിരുന്നു. ശരിക്കും ഒറ്റയ്ക്കായ അവസ്ഥ. പഠിപ്പും നിർത്തേണ്ടി വരുമെന്ന് ഞാൻ ഉറപ്പിച്ചു. ബസ്സിന് ടിക്കറ്റ് എടുക്കാനുള്ള പൈസ പോലും ഇല്ലാത്ത ഞാൻ എങ്ങനെ കോളേജിലെ ഫീസ് കൊടുക്കും? പൈസ ഇല്ലാത്തത് കൊണ്ട് മാത്രം പഠിത്തം നിർത്തേണ്ടി വരുന്ന അവസ്ഥ എനിക്ക് സഹിക്കാനായില്ല. അന്ന് ഞാൻ വഴിയിൽ സ്ഥിരമായി കാണുന്ന ഭിക്ഷക്കാരനോട് സംസാരിക്കുമായിരുന്നു.
എന്റെ കയ്യിലുള്ള ചില്ലിക്കാശിന്റെ ഒരു വിഹിതം അവർക്ക് നൽകുകയും ചെയ്യുമായിരുന്നു. ആ ദിവസം ഞാൻ ആകെ വിഷമിച്ച് നടക്കുന്നത് ഞാൻ നേരത്തെ സംസാരിച്ചിട്ടുള്ള ഒരു ഭിക്ഷക്കാരൻ കണ്ടു. മോനെ, ഇന്ന് എന്തു പറ്റി മുഖത്തിനൊരു വാട്ടം? സാധാരണ നല്ല കളിയും ചിരിയുമാണല്ലോ, അയാൾ എന്നോട് ചോദിച്ചു. ഞാൻ ഒഴിഞ്ഞു മാറാൻ പരമാവധി നോക്കി. എന്റെ അവസ്ഥ എന്തിനും മറ്റുള്ളവരെ അറിയിക്കണം. പക്ഷെ എന്നെ അയാൾ പറയാൻ നിർബന്ധിച്ചു. സങ്കടം പുറത്തു കാണിക്കാതെ ഞാൻ അയാളോട് പറഞ്ഞു, എന്റെ കയ്യിൽ കോളേജിൽ പോകാൻ വണ്ടിക്കൂലി എടുക്കാനുള്ള കാശില്ല. പക്ഷെ സാരമില്ല, എന്തെങ്കിലും വഴി കണ്ടെത്താമെന്ന് പറഞ്ഞ് ഞാൻ അങ്ങ് നടന്നു. മുന്നോട്ട് നടന്നപ്പോൾ എന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. എന്നാൽ ആ മനുഷ്യൻ എന്താണ് ചെയ്തതെന്നോ? എന്റെ പിന്നാലെ വന്ന് ഒരു ചെറിയ കിഴിക്കെട്ട് എന്റെ ഉള്ളം കയ്യിൽ വെച്ചു തന്നു. അതിനുള്ളിൽ കുറേ ചില്ലറ പൈസകളായിരുന്നു. ഇതെല്ലാം എടുത്തോ, തനിക്കുള്ളതെല്ലാം എനിക്ക് തന്നിട്ട് അയാൾ പറഞ്ഞു. ഞാൻ പൊട്ടിക്കരഞ്ഞു. അതിൽ നിന്ന് 20 രൂപ മാത്രം എടുത്ത് ആ കിഴിക്കെട്ട് ഞാൻ അയാൾക്ക് തിരിച്ചു കൊടുത്തു. ആ മനുഷ്യന് യാതൊന്നുമില്ലായിരുന്നു. എന്നിട്ടും മറ്റുള്ളവരുടെ മുന്നിൽ കൈ നീട്ടിക്കിട്ടിയ ആകെയുള്ള ചില്ലറ പൈസ എനിക്ക് തരാൻ തയ്യാറായി. അതെനിക്ക് വലിയൊരു തിരിച്ചറിവായിരുന്നു. വലിയ പ്രശ്നങ്ങളിൽപ്പെട്ട് മുന്നോട്ടു പോകാൻ മറ്റൊരു വഴിയുമില്ലെന്ന് തോന്നുന്ന അവസ്ഥയിൽ ആത്മധൈര്യം വീണ്ടെടുത്ത് എന്തെങ്കിലുമൊക്കെ വഴി കണ്ടുപിടിച്ച് മുന്നോട്ടു പോകാൻ സാധിക്കുമെന്ന് ഈ സംഭവം എന്നെ പഠിപ്പിച്ചു. എന്തു വന്നാലും പഠിക്കാനുള്ള പണം കണ്ടെത്താനും, ഇതല്ല ഇതിലും മോശമായ സാഹചര്യം വന്നാലും നേരിടാനുള്ള ചങ്കൂറ്റം വേണമെന്നും പഠിപ്പിച്ച് ഈ സംഭവം എനിക്ക് ശക്തി പകർന്നു. എന്റെ ജീവിതത്തിൽ ഇതിലും വലിയ പ്രതിസന്ധികൾ ഒരുപാടുണ്ടായിട്ടുണ്ട്. എന്നാലും ഈ സംഭവമായിരുന്നു എന്റെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവ്. ഓഡിറ്റോറിയത്തിൽ ഇപ്പോൾ പൂർണ്ണ നിശബ്ദതയാണ്. കാണികളിൽ ചിലർ കണ്ണു തുടയ്ക്കുന്നു. രണ്ടാമത്തെ പ്രാവശ്യമാണ് ഈ കഥ കേൾക്കുന്നതെങ്കിലും എന്റെ കണ്ണുകളും നിറഞ്ഞു. ചെറിയൊരു മൗനത്തിന് ശേഷം അർജുൻ തുടർന്നു. ഈ അനുഭവം എന്നെ മറ്റൊരു കാര്യം കൂടി പഠിപ്പിച്ചു. നാം ഇന്ന് നേടിയിരിക്കുന്നതിന് പിന്നിൽ ഒരുപാട് പേരുടെ അധ്വാനമുണ്ട്. നമ്മെ ഈ ലോകത്തേക്ക് കൊണ്ടുവന്ന നമ്മുടെ മാതാപിതാക്കൾ, അറിവ് പകർന്നു തന്ന അധ്യാപകർ, ജീവിതത്തിൽ ഓരോ ഘട്ടത്തിലും നമുക്ക് താങ്ങായവർ. ഒന്ന് ഓർത്തു നോക്കൂ, ജീവിതത്തിൽ നിങ്ങളെ എത്രയെത്ര പേർ സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ നേടിയതിന്റെ ഒരു പങ്ക് സമൂഹത്തിന് തിരിച്ചു കൊടുക്കാൻ നമുക്ക് എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട്. ദലൈലാമ പറഞ്ഞിരിക്കുന്നു, എന്റെ മതം വളരെ ലളിതമാണ്. എന്റെ മതം ദയാവായ്പാണ്. ഇന്ന് നാം അഭിമുഖീകരിക്കുന്ന ക്രൂരമായ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. സാങ്കേതിക വിദ്യയിൽ ഇത്രത്തോളം പുരോഗതി നാം നേടിയിട്ടുള്ളപ്പോഴും ഏകദേശം 31 ലക്ഷം കുട്ടികൾ ഓരോ വർഷവും പട്ടിണി കൊണ്ട് മരിക്കുന്നു. 5 വയസ്സിന് താഴെയുള്ള പകുതിയോളം കുട്ടികളുടെ മരണത്തിന് കാരണം പോഷകാഹാരക്കുറവാണ്. യുണിസെഫിന്റെ കണക്കനുസരിച്ച് ഒരു വർഷം മരിക്കുന്ന 1.1 കോടി കുട്ടികളും മരിക്കുന്നതിന് പ്രധാന കാരണങ്ങൾ 4 വയറിളക്കം, മലേറിയ, അണുബാധ, ന്യൂമോണിയ എന്നിവ. ലോകത്ത് 80 കോടി ആളുകൾ പട്ടിണി കിടക്കുന്നുണ്ടെന്നാണ് വേൾഡ് ഫുഡ് പ്രോഗ്രാമിന്റെ കണക്ക്. അതായത് ഭൂമിയിലുള്ള 9 പേരിൽ ഒരാൾ. 80 കോടി ആളുകൾക്ക് കുടിക്കാൻ ശുദ്ധജലമില്ല. അതാണ് എന്റെയും നിങ്ങളുടെയും ബിസിനസ്സുകൾ കൂടുതൽ പണമുണ്ടാക്കി ഈ ലോകത്തേക്ക് തിരിച്ചു കൊടുക്കേണ്ടത് അനിഷേധ്യമാവുന്നത്. ബിസിനസ്സിലൂടെ നിങ്ങൾ എത്രമാത്രം വർദ്ധിത മൂല്യം ഉപഭോക്താവിന് കൊടുക്കുന്നു, അത്രത്തോളം ഫിനാൻഷ്യൽ വാല്യൂ തിരിച്ചു കിട്ടും. അതിന്റെ ഒരു ചെറിയ ശതമാനമെങ്കിലും ലോകത്തെ മെച്ചപ്പെടുത്താനായി ലോകത്തിൽ തന്നെ തിരിച്ചു നിക്ഷേപിക്കുക. അടുത്ത തലമുറയ്ക്ക് വേണ്ടി നിക്ഷേപിക്കുക. നമുക്ക് സ്വാർത്ഥമായി തന്നെ സമ്പത്തിന് വേണ്ടി ജോലി ചെയ്യാം. അതേ സ്വാർത്ഥതയോടെ ലോകത്തിന് വേണ്ടി തിരിച്ചു കൊടുക്കുക. തിരിച്ചു കൊടുക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഏറ്റവും വളർച്ച ഉണ്ടാകുന്നത്. നിങ്ങൾക്ക് വളർച്ച ഉണ്ടാകാൻ വേണ്ടി നിങ്ങൾക്ക് ചെയ്യാവുന്ന ഏറ്റവും സ്വാർത്ഥമായ കാര്യമാണ് കൊടുക്കുക എന്നത്. നിങ്ങളുടെ വരുമാനത്തിന്റെ 5% അല്ലെങ്കിൽ നിങ്ങളൊരു ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ അതിന്റെ ലാഭത്തിൽ നിന്നുള്ള 10% സമൂഹത്തിൽ കഷ്ടത അനുഭവിക്കുന്നവർക്കായി നൽകുമെന്ന് നിങ്ങളോട് തന്നെ വാഗ്ദാനം ചെയ്യാൻ കഴിയുമോ? ഇത്തരത്തിൽ നിങ്ങൾക്ക് പണം കൊടുത്ത് സന്തോഷം വാങ്ങാനാകും. അതായത് നമുക്ക് സ്വാർത്ഥരാകാം. എനിക്കും എൻ്റെ ടീമിനും എൻ്റെ ഉപഭോക്താവിനും വേണ്ടി സ്വാർത്ഥരാകാം. എൻ്റെ കമ്മ്യൂണിറ്റിക്കും എൻ്റെ രാജ്യത്തിനും എൻ്റെ ലോകത്തിനും വേണ്ടി സ്വാർത്ഥരാകാം. ഇവിടെ നമ്മൾ ഒരു കുറ്റബോധവും ഇല്ലാതെ സമ്പത്തുണ്ടാക്കുന്നു. ഒരു കുറ്റബോധവും ഇല്ലാതെ നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്നു. ഈ ലോകത്തിൽ നിങ്ങൾ വലിയ തോതിൽ മൂല്യമുണ്ടാക്കി വലിയ തോതിൽ സമ്പാദിക്കുന്നു. ജീവിതം ഒരു ആഘോഷമാക്കുന്നു. ലോകത്തിൽ വലിയ സ്വാധീനമുണ്ടാക്കുന്നു. അതാണ് എനിക്ക് നിങ്ങൾക്ക് തരാനുള്ള സന്ദേശം. സദസ്സിൽ കയ്യടികൾ നിറഞ്ഞു. എനിക്ക് എൻ്റെ മെന്ററെ പറ്റി ഇത്രയും അഭിമാനം ഒരിക്കലും തോന്നിയിട്ടില്ല. ഓഡിറ്റോറിയത്തിലെ ബഹളത്തിനിടയിൽ അർജുൻ തുടർന്നു.
ഈ 7 തത്വങ്ങളാണ് നിങ്ങളെ നയിക്കുന്നതെങ്കിൽ അസാധ്യമായത് നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ യാഥാർത്ഥ്യമായി തീരും. ലോകത്തിലെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റികളിൽ ഒന്നിലെ ബിരുദധാരികളായ ഈ വേദിയിലൂടെ നിങ്ങൾ ഇന്ന് പ്രഖ്യാപിതരാകുമ്പോൾ ഞാനൊരു കാര്യം ആശംസിക്കുന്നു. നിങ്ങൾ നിങ്ങളായിരിക്കുക എന്നതാണ് പ്രപഞ്ചത്തിന് തിരിച്ചു കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ സമ്മാനം. നിങ്ങളുടെ വ്യക്തിപ്രഭാവത്തെക്കാൾ വലുതാണ് നിങ്ങളുടെ സ്വഭാവം. നിങ്ങൾക്ക് മറ്റുള്ളവരെ അവരെക്കാൾ വിശ്വസിക്കാൻ കഴിയുമ്പോൾ അവരെ നയിക്കാൻ കഴിയുന്നു. ഇന്ന് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് ബിൽ ഗേറ്റ്സിനും സ്റ്റീവ് ജോബ്സിനും മാർക്ക് സുക്കർബെർഗിന് പോലും ലഭിക്കാത്ത ഒന്നാണ്, ഒരു സ്റ്റാൻഫോർഡ് ബിരുദം. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. അർജുൻ സംസാരിച്ചു തീർന്നപ്പോൾ ആ ഹാൾ മുഴുവൻ ആവേശം കൊണ്ട് എഴുന്നേറ്റ് നിന്നു. ഈ നിമിഷത്തിൽ എനിക്ക് തോന്നിയ കടപ്പാട് അർജുന്റെ ക്ലാസ്സുകൾക്കായി ചിലവഴിച്ച ആഴ്ചകളിൽ പോലും തോന്നിയിട്ടില്ല. പ്രസംഗത്തിന് ശേഷം സന്തോഷത്തോടെ എല്ലാവരും പരസ്പരം അഭിനന്ദിച്ചുകൊണ്ട് പുറത്ത് കൂട്ടം കൂടി നിന്നു. ക്യാമ്പസിലൂടെ അലഞ്ഞു തിരിഞ്ഞു നടക്കുമ്പോൾ എൻ്റെ മനസ്സ് വീണ്ടും ഓർമ്മകളിലേക്ക് തിരിച്ചുപോയി. ഇതുപോലൊരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഏറെ പ്രതീക്ഷയുള്ള ഒരു വിദ്യാർത്ഥിയായി ഞാൻ എൻ്റെ യാത്ര തുടങ്ങിയതിനെക്കുറിച്ച് ഓർത്തു. ജീവിത വഴിയിലെ എൻ്റെ കഠിനമായ സമയങ്ങളെക്കുറിച്ച് ഓർത്തു. ഒടുവിൽ ആ ഓർമ്മകൾ തകർന്ന് തരിപ്പണമായി പോയി എൻ്റെ അവസ്ഥയിലെത്തി. അതിനുശേഷം മനസ്സിൽ വന്നത് ബീച്ചിൽ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന അർജുന്റെ മുഖമാണ്. അന്ന് പക്ഷേ ആ തിളങ്ങുന്ന പുഞ്ചിരി എന്നെ ആലോസരപ്പെടുത്തി, വെല്ലുവിളിച്ചു. അതിനുശേഷം എൻ്റെ ജീവിതം മാറ്റിമറിച്ചു. ഞാൻ മുന്നോട്ട് നടക്കുമ്പോൾ ഓഡിറ്റോറിയത്തിന്റെ വലിയ വാതിലിലൂടെ പരിചിതമായ ഒരു രൂപം പുഞ്ചിരിയോടെ പുറത്തേക്ക് വന്നു. അർജുൻ. 10 വർഷം കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ പ്രായത്തെ അദ്ദേഹം വെല്ലുവിളിക്കുകയാണ്. അന്നത്തെ അതേ അസാമാന്യമായ വ്യക്തിപ്രഭാവത്തോടെയും ആത്മവിശ്വാസത്തോടെയും അദ്ദേഹം ഇറങ്ങി വരുന്നു. നിന്നെ വീണ്ടും കണ്ടതിൽ സന്തോഷം ലിൻഡ, അദ്ദേഹം പറഞ്ഞു. ഇതൊരു പ്രസന്നമായ ദിവസമാണ്. എൻ്റെ പഴയ സുഹൃത്തിനെ കണ്ടെത്തിയതുകൊണ്ട് ഈ ദിവസം കൂടുതൽ മനോഹരമാണ്. ഹേയ്, ഇപ്പോൾ നിങ്ങൾ എൻ്റെ ഹീറോ മാത്രമല്ല. ഞാൻ ചിരിച്ചുകൊണ്ട് അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചു. ഇവിടുത്തെ ഓരോ യുവാക്കളുടെയും ഹീറോയാണ്. നന്ദി ലിൻഡ, അദ്ദേഹം പറഞ്ഞു. പറയൂ, ബിസിനസ്സുകളൊക്കെ എങ്ങനെ പോകുന്നു? ഭീകരം. ഞാൻ വീണ്ടും പാപ്പരായി. ജോലിക്കാരെ എല്ലാം പിരിച്ചുവിട്ട് എൻ്റെ കുട്ടികളെ ജോലിക്ക് നിർത്തി. ബാലവേലയ്ക്ക് 2 പ്രാവശ്യം എന്നെ അറസ്റ്റ് ചെയ്തു. അർജുൻ തലചെരിച്ച് കണ്ണുകൾ ചെറുതാക്കി. ലിൻഡ, നിന്റെ നർമ്മബോധം ഒട്ടും കുറഞ്ഞിട്ടില്ല. അതിലെനിക്ക് സന്തോഷമുണ്ട്. ഞാൻ പൊട്ടിച്ചിരിച്ചു. സന്തോഷം എൻ്റെ ഉള്ളിൽ അലയടിച്ചു. ബിസിനസ് ഗംഭീരമായി പോകുന്നു അർജുൻ. നിങ്ങൾക്കറിയാമല്ലോ, ചെറുകിട ബിസിനസ്സുകൾക്ക് സോഫ്റ്റ്വെയർ നൽകുന്ന കാലിഫോർണിയയിലെ ഏറ്റവും വലിയ കമ്പനിയാണ് ഞങ്ങളുടേത്. അത് പറയുമ്പോൾ എൻ്റെ ഉള്ളിൽ അഭിമാനം നിറഞ്ഞു. എനിക്കുള്ളതിനെല്ലാം ഞാൻ നിങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു അർജുൻ. നന്ദി. ഞാൻ നിന്നെ അഭിനന്ദിക്കുന്നു, അദ്ദേഹം പറഞ്ഞു. ലിൻഡ, നിന്നെ നയിക്കാൻ ഭാഗ്യം കിട്ടിയതിൽ ഞാൻ നിന്നേക്കാൾ അഭിമാനിക്കുന്നു. ആ ഭാഗ്യം അനുഭവിക്കാൻ നീ എന്നെ അനുവദിക്കുകയും ചെയ്തു. നിനക്ക് ഉപേക്ഷിച്ചു പോകാമായിരുന്നു. പക്ഷേ നീ പഠിക്കാനുള്ള പാത തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. അതിനുള്ള ധൈര്യം നിനക്കുണ്ടായി. ഞാൻ വിനയാന്വിതയായി. പക്ഷെ ഒരു സത്യം എനിക്കറിയാം, എൻ്റെ സത്യം. അർജുന്റെ സഹായമില്ലാതെ അതെനിക്ക് സാധിക്കില്ലായിരുന്നു. ഞാൻ അദ്ദേഹത്തോട് കടപ്പെട്ടിരിക്കുന്നു. നാം എപ്പോഴും നമ്മുടെ കടങ്ങൾ വീട്ടണമെന്നാണ് എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. ഞാൻ പേഴ്സ് തുറന്ന് ഒരു കവർ കയ്യിലെടുത്ത് അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് കൊടുത്തു. എന്താണിത്? അറിയില്ല, ഞാൻ ചിരിച്ചു. കൗതുകത്തോടെ അദ്ദേഹം കവർ തുറന്നു. അതിലൊരു ചെക്കായിരുന്നു. അദ്ദേഹം അത് വലിച്ചു പുറത്തെടുത്തു. ഞാൻ ഒപ്പിട്ടിരിക്കുന്ന $1 മില്യൺ ചെക്ക്. ഞാൻ ചിരിച്ചു. എന്താണിത് ലിൻഡ? സ്വന്തം കുട്ടിയിൽ നിന്ന് പണം വാങ്ങാൻ ആഗ്രഹിക്കാത്ത ഒരു പിതാവിനെ പോലെ അദ്ദേഹം എന്നെ തുറച്ചു നോക്കി. നിങ്ങളുടെ ചാരിറ്റി ഫൗണ്ടേഷനിലേക്കുള്ള എൻ്റെ ചെറിയ സമ്മാനം. ഇത് നിങ്ങളോടുള്ള എൻ്റെ കടപ്പാടായി കരുതുക. ഇത് കൂടുതലും ദയാവായ്പായാണ് തോന്നുന്നത്, അദ്ദേഹം മറുപടി പറഞ്ഞു. വളരെ നന്ദി. ഇത് അന്ധരായ 1500ഓളം കുട്ടികളെയും പട്ടിണി കിടക്കുന്ന 50 ലക്ഷം പേരെയും സഹായിക്കും. ഈ നിമിഷത്തെക്കുറിച്ച് ഒരുപാട് വർഷങ്ങളായി എല്ലാ ദിവസവും ഞാൻ സ്വപ്നം കാണുകയായിരുന്നു. ഇന്നത് യാഥാർത്ഥ്യമായിരിക്കുന്നു. എനിക്ക് സന്തോഷമായി. പക്ഷെ ആ കവറിൽ ഒന്നുകൂടിയുണ്ട്. ഞാൻ എൻവലപ്പ് ചൂണ്ടിക്കാണിച്ചു. 2 ചെക്കുകളിൽ ഒരെണ്ണം മാത്രമാണ് അദ്ദേഹം എടുത്തത്. രണ്ടാമത്തേതും അർജുൻ പുറത്തെടുത്തു. $300 എൻ്റെ പേരിൽ? എന്തിനാണത്? അദ്ദേഹം ചോദിച്ചു. നമ്മൾ ആദ്യമായി കണ്ട ദിവസം അർജുൻ എന്നെ ഷോപ്പിൽ കൊണ്ടുപോയി എനിക്ക് വസ്ത്രങ്ങൾ വാങ്ങി തന്നില്ലേ? ആ പണം ഞാൻ തിരിച്ചു നൽകുകയാണ്. ഞാൻ ചിരിച്ചു.
$1 മില്യൺ നിങ്ങളുടെ ഫൗണ്ടേഷനിലും $300 നിങ്ങളുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കണം. നേരെ തിരിച്ചാകരുത് കേട്ടോ, ഞാൻ കണ്ണിറുക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അദ്ദേഹവും ചിരിച്ചു. ഫണ്ണികൾ, അതെനിക്കൊന്ന് ആലോചിക്കണം. പസഫിക് സമുദ്രത്തിന്റെ തീരത്തുള്ള ഹൈവേയിലൂടെയുള്ള ഡ്രൈവിംഗ് സ്വപ്ന സമാനമായ എന്റെ ജീവിതമാണ് പ്രതിനിധീകരിക്കുന്നത്. വെള്ളത്തിന്റെ നീലനിറം എന്റെ ആത്മാവിന് വേണ്ടി കരാർ ഒപ്പിട്ട ദിവസത്തെ പസഫിക് സമുദ്രത്തെയാണ് ഓർമ്മിപ്പിക്കുന്നത്. എന്റെ ജീവിതം 90 ദിവസങ്ങൾ കൂടി ദീർഘിപ്പിക്കാൻ അർജുനുമായി 10 വർഷം മുൻപ് ഒപ്പിട്ട കരാർ. അന്ന് എനിക്ക് സ്വപ്നം കാണാൻ കഴിയുന്നതിലും ഒരുപാട് ദൂരത്ത് ഞാനിന്ന് എത്തിയിരിക്കുന്നു. എന്റെ മാതാപിതാക്കൾ എന്നെ ഓർത്ത് അഭിമാനിക്കുന്നു. എന്റെ ഭർത്താവ് ലിബ് എന്നെ ഗാഠമായി സ്നേഹിക്കുന്നു. എന്റെ കുട്ടികൾക്ക് ഞാൻ അഭിമാനമാണ്. ലോകത്തെ മാറ്റിമറിക്കുന്നവർ ഇന്നെന്റെ സുഹൃത്തുക്കളാണ്. ഈ ജീവിതം ജീവിക്കാനും ആഘോഷിക്കാനുമുള്ളതാണ്. ജീവിതത്തിലെ ഓരോ നിമിഷത്തെ ഓർത്തും എനിക്ക് കടപ്പാടുണ്ട്. എല്ലാറ്റിനും ഉപരിയായി ജീവിക്കാനും ആഘോഷിക്കാനുമുള്ള നല്ലൊരു കരാർ.